ഒരാളുടെ ജീവിതത്തിൽ ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്റെ മുമ്പിൽ 90 വയസ്സ് കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 25 നിറ യൗവനത്തിന് തുളുമ്പി നിൽക്കുന്നവരുണ്ട്. നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കാം, ഏതാ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും 5 പെമ്മക്കളെ കെട്ടിച്ച ആളും പറയും പെമ്മക്കളെയൊക്കെ കെട്ടിച്ചു, ബാധ്യതകളൊക്കെ തീർന്നു, ഇനി ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അതെന്താ? സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കണം. വേറെ ആഗ്രഹങ്ങളില്ല. എല്ലാവരോടും നിങ്ങളോടൊക്കെ ചോദിക്ക്, എല്ലാ പെണ്ണുങ്ങളും പറയും ഉസ്താദേ ഒന്നും വേണ്ട, 1 നേരം 2 നേരം പട്ടിണിയാണെങ്കിലും വീട്ടിന്റെ ഉള്ളിൽ സമാധാനം കിട്ടിയാൽ മതി. ഭാര്യ പറയും, ഭർത്താവ് പറയും ഒന്നുമില്ലെങ്കിലും വേണ്ട, സമാധാനം വീട്ടിൽ കിട്ടിയാൽ മതി, പണമില്ലെങ്കിലും വേണ്ടില്ല, പട്ടിണിയാണെങ്കിലും വേണ്ടില്ല. ഓരോരുത്തരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് എന്താ? സമാധാനം കിട്ടിയാൽ മതി. എന്താ സമാധാനം? ഇന്ന് ലോകത്തെല്ലാവരും 2015 ഡിസംബർ 31 അവസാനിച്ചപ്പോ ലോകത്ത് ടെലിവിഷൻ പ്രത്യക്ഷപ്പെട്ട എല്ലാ രാജ്യ നേതാക്കന്മാരും പറഞ്ഞത് എന്താ? ഒരു സമാധാനമുള്ള പുതിയ വർഷം നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയട്ടെ. ഇറാഖികളോട് ചോദിക്ക്, സമാധാനം മതി. ഫലസ്തീനികളോട് ചോദിക്ക്, സമാധാനം മതി. ചെച്ചിനിയക്കാരോട് ചോദിക്ക്, സമാധാനം മതി. തിരൂരികാരനോട് ചോദിക്ക്, സമാധാനം മതി. വളവന്നൂരുകാരനോട് ചോദിക്ക്, സമാധാനം മതി. ഉമ്മൻചാണ്ടിയോട് ചോദിക്ക്, സമാധാനം മതി. വേറെന്താ വേണ്ടത്? കേരളം എന്ന് പറയുന്ന 38,842 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമുള്ള കേരളത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ വേണ്ടത്? ഒന്നും വേണ്ട, സമാധാനം എന്ന ആ ചതുർത്ഥാക്ഷരം. സമാധാനം മതി. കാരണം കേരളം മുഴുവനും കുറെ നാളായി വാട്സപ്പിൽ ഒരു പെണ്ണിന്റെ നഗ്ന ദൃശ്യം പൂർണ്ണമായി പ്രചരിച്ചപ്പോ അത് കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആസ്വദിച്ചപ്പോ ആ ആസ്വാദകരുടെ മുമ്പിൽ ഇത് എന്റെ ശരീരമാണ് എന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ അഭിസാരികയായ വേറൊരു നിരപരാധിയായ പെണ്ണിനെ കുടിച്ചുകൂടാൻ കാവലിന് വേറൊരുത്തന്റെ കിടപ്പറ പങ്കിട്ട് മറ്റൊരുത്തന്റെ കുടുംബജീവിതം തകർത്ത് സ്വന്തം ശരീരത്തിന്റെ മാംസത്തിന് വിലയിട്ട പെണ്ണിനെ ലോകം, കേരളം മുഴുവനും അവളും അവളുടെ കാമുകന്റെ സീഡിയുടെ പുറകെ കേരളമോടി, നാടികയ്ക്ക് 40 മട്ടം ആക്കുമാറ്റി പറയുന്ന മാംസക്കച്ചക്കാരിയുടെ പുറകെ കേരളത്തിന്റെ ബോധമുള്ള ആളുകൾ പുറകെ നിന്നപ്പോ രാഷ്ട്രീയം പറയുകയില്ല, ഞാൻ കേരള ജനതയെ ഒത്തിട്ട് ലജ്ജിച്ചു പോവുകയാണ് നാം. ആ പെണ്ണ് കേരളത്തിന്റെ ഹദാമിയായി. അതാണ് പുതിയ വാർത്ത. അവളാണ് ഹദാമി. ഇദാ കാലത്ത് ഹദാമി ഫസദ്ദിഖുഹാ ഫഇന്നൽ ഖൗല മാ കാലത്ത് ഹദാമി. കേരളത്തിലെ ഹദാമി ആരാ? ഹദാമി ആ പെണ്ണായി മാറി. അവള് പറയുന്നതാണ് ശരി. അതെല്ലാവരുടെയും സമാധാനം കെടുത്തി. പക്ഷേ ഞാൻ പറയുന്നത്, ലോകത്ത് ആരോട് ചോദിച്ചാലും എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പൊ ആവശ്യം സമാധാനമാണ്. സമാധാനമുള്ളവനാണ് സമ്പന്നൻ, സമാധാനമില്ലാത്തവൻ സമ്പന്നനല്ല. പണമുള്ളവൻ സമ്പന്നനല്ല. ഏറ്റവും വലിയ സമ്പന്നതയടാ ഞാൻ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അംബാനിയല്ല. 980 കോടി രൂപയാണ് ഒരു മാസം അംബാനിയുടെ വരുമാനം. പക്ഷെ അംബാനി സമ്പന്നനല്ല. മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും ഭാര്യമാര് പരസ്പരം കണ്ടാ കടിച്ചു കയറും. അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല. ഞാൻ ഈ പറയുന്നത് ആരെയും കുത്തിനോവിക്കാനില്ല. യഥാർത്ഥ സമ്പന്നൻ എന്ന് പറയുന്നത് സമാധാനം ഹൃദയത്തിന് കിട്ടി. താൻ സമ്പാദിച്ചുണ്ടാക്കിയ തന്റെ വീട്ടിൽ പാതിരാ സമയത്ത് ചെല്ലുമ്പോ തന്റെ ഭാര്യയോടും മക്കളോടുമൊത്ത് യാതൊരുവിധ ആകുലതകളില്ലാതെ വ്യാകുലതകളില്ലാതെ സമാധാനത്തോടെ ഒരു രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്ന ഹൃദയത്തിന് സമാധാനമുള്ളവനാരോ അവനാണ് യഥാർത്ഥ സമ്പന്നൻ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖൈറുൽ ഗിനാ ഗിനൽ ഖൽബ്. ഏറ്റവും വലിയ സമ്പന്നത ഹൃദയത്തിന്റെ സമ്പന്നതയാണ്. എന്താ ഹൃദയത്തിന്റെ സമ്പന്നത? ഹൃദയത്തിന്റെ സമ്പന്നത ഹൃദയത്തിന്റെ സമാധാനമാണ്. ആ സമാധാനം എന്ന് പറയുന്ന 2 അക്ഷരം. അതുകൊണ്ടാണല്ലോ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാ.
നാളെ രാവിലെ നിങ്ങൾ വളവന്നൂരുള്ള ഹൈന്ദവ ദേവാലയത്തിന്റെ ചുറ്റുഭാഗത്തുനിന്ന് രാവിലെ പ്രഭാതത്തിന്റെ അരുണകിരണങ്ങൾ പൊട്ടിവിടരുമ്പോ രാവിലെ ഹൈന്ദവ ദേവാലയത്തിലേക്ക് പോയാൽ അവിടെ വരുന്ന കുളിച്ചു തൊട്ടുകൊണ്ട് കന്നനക്കുരു പൊട്ടുകുട്ടിയുണ്ട് കടന്നു വരുന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ പറയുന്നത് കേൾക്കാം. സദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ അംത്യോമാ അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി. ശാന്തി തരണേ ദൈവമേ, സമാധാനം തരണേ ദൈവമേ. ഞായറാഴ്ച മറ്റന്നാള് ഞായറാഴ്ച ക്രൈസ്തവ ദേവാലയത്തിന് അൽത്താരകൾ ഉയർന്നു കേൾക്കുന്ന പ്രാർത്ഥനയടാ. അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ജന്നത്തിന്റെയും നരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ക്രൈസ്തവ സഹോദരങ്ങൾ മുഴുവനും മുട്ടിപ്രായി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് സമാധാനം തരണേ ദൈവമേ. നാളെ ളുഹർ നമസ്കാരത്തിന് വേണ്ടി വളവന്നൂര് കാണുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മനുഷ്യത്വത്തിന്റെ മാസ്മരികമായ മുദ്രാവാക്യം ലോകത്തിന് സംഭാവന ചെയ്യുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ അല്ലാഹു അക്ബർ എന്ന നാളെ ളുഹറിന്റെ ബാങ്ക് ഈ മിനാരത്തിലൂടെ ഉയരുമ്പോ ളുഹറിന്റെ ബാങ്ക് കേട്ട് ജുമാ മസ്ജിദിലേക്ക് നമസ്കാരം നിർവഹിച്ചു പടച്ചിറപ്പിന് മുമ്പിൽ അട്ടാംഗ പ്രണാമം ചെയ്ത് ളുഹർ നിസ്കാരത്തിന് സലാം വീട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവിനോട് മുഴുവനും നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നതല്ല, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക യാ റബ്ബനാ ദാറസ്സലാം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നക അന്തസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, വമിൻകസ്സലാം സമാധാനം നിന്നിലാണ് തമ്പുരാനെ, വഇലൈക യർജിഉസ്സലാം സമാധാനം നിന്നിലേക്കാണ് നടങ്ങുന്നത് തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഈ നട്ടുച്ച നേരത്ത് നിന്റെ മുമ്പിൽ അട്ടാംഗ പ്രണാമം തേടി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള പരമപ്രധാനമായ കാര്യമൊന്ന് മാത്രമാ, ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ സമാധാനത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ സമാധാനമെന്ന ലോകത്തിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, സമ്പത്ത് ധാരാളം ഉണ്ടായിട്ട് കാര്യമില്ല, സമർത്ഥരായ മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, സുന്ദരിയായ ഭാര്യ ചാരത്ത് പാതിരാത്രിയിൽ കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങാൻ ചാരത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പകലന്തിയോളം പാടത്ത് പണിയെടുത്തിട്ടോ, അതല്ലെങ്കിൽ തിരൂരങ്ങാടിയിലെ കച്ചവടം നടത്തിയിട്ടോ, അതല്ലെങ്കിൽ 2 വർഷം ഗൾഫിന്റെ മണനാരണ്യത്തിൽ കറ്റപ്പെട്ടിട്ട് 2 വർഷം വീട്ടിലേക്ക് തന്റെ പ്രിയപ്പെട്ട മക്കളെയും ഭാര്യയും കാണാനുള്ള ആഗ്രഹത്തോടെ വരുമ്പോ 3 മാസത്തെ 6 മാസത്തെ ലീവിന് വരുമ്പോ 6 മാസവും വൈകുന്നേരം തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോ പാതിരാ സമയത്ത് തന്നെ മടിയിലോട്ട് കയറിയിട്ട് കവളത്ത് മുത്തം തരുന്ന തന്റെ ആകുലതകളിലും തന്റെ വ്യാകുലതകളിലും തന്റെ ആധികളിലും തന്റെ വ്യാധികളിലും തന്റെ വ്യതകളിലും തന്റെ ശ്രദ്ധകളിലും തന്റെ സങ്കടങ്ങളിലും തന്റെ സന്താപങ്ങളിലും തന്റെ കണ്ണുനീരുകളിലും തന്റെ ജീവിതത്തിന്റെ ഉത്ഥാന പതനങ്ങളിൽ മുഴുവനും ഏത് സമയത്തും തനിക്ക് വേണ്ടി സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന ഒരു ഭാര്യയെ നമുക്ക് കിട്ടാൻ കഴിഞ്ഞുവോ? ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പട്ടിണി കിടക്കേണ്ടി വന്നാലും ഹൃദയത്തിന് സമാധാനം ഒരാൾക്ക് കിട്ടാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ സമ്പന്ന ഹൃദയത്തിന്റെ സമ്പന്നത കിട്ടിയവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുമ്പോ അവരാര് പച്ചത്തലപ്പാവ് കെട്ടി പച്ചവസ്ത്രം ധരിച്ചിട്ട് മുറുക്കി തുപ്പ്, ആ തുപ്പലെ നെഞ്ചത്തുകൂടി ഒലിപ്പിച്ചു നടന്നവരാണ് നമ്മൾ ഔലിയാക്കൾ എന്ന സാങ്കേതിക പദം കൊണ്ട് അന്വർത്ഥമാക്കുന്നതെങ്കിൽ അല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളാരാ? ആ ഔലിയാക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് ലാ ഖൗഫുൻ അലൈക്കും, അവർക്ക് ഭയമില്ല, അവരുടെ ഹൃദയത്തിൽ ഒന്നിനെ കുറിച്ചും ഭയമില്ല. വലാ ഹും യഹ്സനൂൻ, അവരുടെ ഹൃദയത്തിൽ ദുഃഖമില്ല, അവരുടെ ഹൃദയത്തിൽ സങ്കടങ്ങളില്ല. ഏത് സമയത്തും അവരുടെ ഹൃദയത്തിന് സമാധാനമുള്ളവരാ. അല്ലാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കളാരെന്നറിയോ? അല്ലാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ ആത്മീയ കച്ചവടം നടത്തുന്ന ശ്രീ 30 പ്രാവശ്യം ഇട്ടാലയത്തിന്റെ പേരിന്റെ കമാലിയത്തു എന്ന് പറയുന്ന 4000 കോടി രൂപ തന്നെ അക്കൗണ്ടിലുള്ളപ്പോ ഒന്നുമറിയാതെ ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുത്തു കൊടുത്തിട്ട് തന്നെ അനുയായികളെ വിസ്മയിപ്പിച്ച മനുഷ്യ ദൈവത്തിന് 2 വർഷമായി തന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുത്തിട്ട് അനുയായികളെ വിസ്മയിപ്പിച്ച മനുഷ്യ ദൈവത്തിന് 2 വർഷമായി എന്റെ ശരീരത്തിൽ കിടക്കുന്ന ക്യാൻസറിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കൾ ആരെന്നറിയോ? വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും സങ്കടം വരാറില്ല. അവർക്കെന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് പ്രശ്നങ്ങളില്ല, അവർക്കെന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് പ്രയാസങ്ങളില്ല. എപ്പോഴും ഹൃദയത്തിന് സമാധാനം എന്ന് പറയുന്ന നമുക്കാർക്കും ഇന്നേ വരെ അനുഭവിക്കാൻ കഴിയാത്ത, ഞാൻ എന്റെ ചൂണ്ടുവിരലിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന സഹോദരങ്ങളോട് എന്നോട് ഞാൻ പറയുകയാ, ഇതേവരെ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഈ യഥാർത്ഥ സമ്പന്നത അനുഭവിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരാരെന്നറിയോ? അവർക്ക് യാതൊരുവിധ ഹൃദയത്തിന് സങ്കടങ്ങളില്ല, അവർക്ക് ഹൃദയത്തിന് പ്രയാസങ്ങളില്ല, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് അതിനെ കുറിച്ച് നിരാശയില്ല. കാരണം എന്തെന്നറിയോ? അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔലിയാക്കളാരാ? അവരാണ് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ, അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തെക്കുറിച്ച് വാഗ്ദാനം ചെയ്തപ്പോ ആ സ്വർഗ്ഗമെന്ന പരമപ്രധാനമായ വാഗ്ദാനം കേട്ട് ഭാര്യയെ വിട്ട് മക്കളെ വിട്ട് വീട് വിട്ട് നാട് വിട്ടിട്ട് പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങിയ ആമാശയത്തിന് വേണ്ടി ആശയത്തെ പണയം വെക്കാട്, ഉദരത്തിന് വേണ്ടി അതരത്തെ ചലിപ്പിക്കാട്, അല്ലാഹുവിന്റെ സംശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, ലോകാവസാനം വരെ പടച്ചറപ്പിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി രണാങ്കണത്തിലേക്ക് ബദറിന്റെയും ഉഹദിന്റെയും ഖൈബറിന്റെയും ഖന്ദഖിന്റെയും രണാങ്കണത്തിലേക്ക് ചാടിയിറങ്ങിയ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, സൈദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖാലിദിനെ പോലെ ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിനേക്കാൾ വലിയ വിലായത്തിന്റെ പദവിയിലെത്തിയവരാരാ? ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് പ്രശ്നങ്ങളില്ല, അവരുടെ ഹൃദയത്തിന് സങ്കടങ്ങളില്ല. നമുക്കൊക്കെ സമാധാനം നഷ്ടപ്പെടുന്ന നാട് നഷ്ടപ്പെട്ടു പോയല്ലോ, ആ കച്ചവടം നഷ്ടമായല്ലോ, ആ ഒരു വ്യവഹാരം നഷ്ടമായല്ലോ, അതിന്റെ പേരിൽ എത്രയോ സങ്കടങ്ങളും ടെൻഷനുകളും വാരി വെക്കുന്നവരാ. പക്ഷേ ജീവിതത്തിന് ആധാരവും അവലംബവുമായ കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ടിട്ട് പോലും എനിക്കതൊന്നും പ്രശ്നമല്ല നബിയേ. ബദറിന്റെ രണാങ്കണത്തിൽ ഹബീബായ നബി തങ്ങളുടെ ബദറിന്റെ പദമദിനത്ത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ട് രക്തം മുഴുവനും തടം തല്ലിയാത്തൊടുകു പട്ടാള ക്യാമ്പിൽ കൊണ്ടുപോയി കടത്തപ്പെടുമ്പോ യുദ്ധം കഴിഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കുന്ന ഉബൈദ റളിയല്ലാഹു അൻഹു, എന്തേ ഉബൈദ കരയുന്നതെന്തിനാ? കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ട് രക്തം മുഴുവനും തടം തല്ലിയാത്തൊടുകുമ്പോ ഹബീബായ നബിയോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ് വഇയ്യക തഉർജലി ഫഇന്നി മുസ്ലിമൂ വഅർജു ബിഹി ഐശൻ മിനല്ലാഹി അലിയാ വഅൽബസനി റഹ്മാനു മിൻ ഫളിനി മന്നിഹി لباسا من الإسلام حتى المساوية
നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഒന്ന് ഹൃദയത്തിലേക്ക് ഒരു പിക്ചറൈസേഷൻ കൊണ്ടുവരിക. അതിന്റെ ചിത്രീകരണത്തിന്റെ സംയോജനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിന്റെ ഭിത്തിയിൽ ഉണ്ടാവട്ടെ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടും മരണവേദന സഹിച്ചുകൊണ്ട് കിടക്കുമ്പോ എന്തേന്ന് സമാശ്വസിപ്പിക്കുന്ന മുത്തനബിയോട്, ഇല്ല നബിയേ എനിക്ക് പ്രശ്നമില്ല, എന്റെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാൽ ആ വേദന എന്നെ അലട്ടുന്നില്ല നബിയേ. കാരണമെന്നാ ഞാൻ ഇതിന് പകരം പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ സാമീപ്യമാണ് കൊതിക്കുന്നതെന്ന് ഭൗതികമായ ജീവിതത്തിന്റെ ആശകൾ കുടിച്ചു മൂടപ്പെട്ടപ്പോ അതിന് പകരം സ്വർഗം ആഗ്രഹിച്ചവർക്ക് അവരാണ് പറഞ്ഞത് കൈവെട്ടി മുറിക്കപ്പെട്ടാൽ പ്രശ്നമില്ല, നമുക്ക് ക്യാൻസർ വരുമ്പോ സമാധാനമില്ല, ഒരു രോഗം വന്നാല് ടെൻഷനാ, ഡോക്ടർ എന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞാല് ടെൻഷൻ അനുഭവിക്കുന്നവരോട് കാരണം എന്തെന്നറിയോ, നമുക്ക് ഈ ദുനിയാവ് വലുതാണ്. അവരെ സംബന്ധിച്ചോളം കൈവെട്ടി തൂങ്ങി താഴെ കിടന്നിട്ട് എനിക്ക് പ്രശ്നമില്ല നബിയേ, ഇത് കണ്ടിട്ട് എന്റെ ഹൃദയത്തില് സങ്കടമില്ല. കാരണം ഇതിനു പകരം എന്റെ സ്വർഗമാണ്, അല്ലാഹുവേ നിന്റെ സ്വർഗമാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ ഈ ഒരു അവസരമാണല്ലോ ഇന്നലെ ബഹുമാനനായ ജലീൽ റഹ്മാൻ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ അസ്മാഉൽ ബദർ പറഞ്ഞല്ലോ. ഈ ഒരു സംഭവമാണ് മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ ബദർ കിസ്സപ്പാട്ടിലൂടെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉബൈദ റളിയല്ലാഹു തആല അൻഹു മടിത്തട്ടിൽ കിടന്നിട്ട് പറഞ്ഞ വാക്കാണ്, നെഞ്ചക്കളം വീട്ട് പിരിന്തോനാണേ വെളിവർ ഷഹീദാമോ അനാപ്പനു മോനെ പൊഞ്ചമ്പകപ്പൂ ചുണ്ടനക്കി ഉമ്മി പോറ്റി ഹുസനാലെ യബീനമ്മി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈദ നിനക്ക് സ്വർഗ്ഗമുറപ്പാന്ന് പറഞ്ഞപ്പോ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട വേദനയെ സ്വർഗ്ഗമെന്ന പ്രിയേക അക്ഷരം കൊണ്ട് മറികടന്നു പോയ അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരാണ് ലോകത്തിന്റെ ഔലിയാക്കളുടെ പദമദാതാക്കൾ. അവരെ സമത്തോളം അവർ ഹൃദയത്തിന് സങ്കടമില്ല, ഹൃദയത്തിന് സങ്കടമില്ലാത്തവരാണ് ഔലിയാക്കൾ. അവരാണ് ഹൃദയത്തിന്റെ സമ്പന്നത, അതാണ് സമാധാനം. അവർക്ക് സമാധാനമുണ്ട്, കാരണം അവർക്ക് ഇതൊരു വിഷയമല്ല. ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന. അള്ളാഹു നമ്മളെല്ലാവരെയും അവിടെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് സഹോദരങ്ങളെ എന്താവണം? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരൊറ്റ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന് വിശ്വാസം, ഒന്ന് കർമ്മം. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഖുർആൻ ഒരൊറ്റ ആയത്ത്, അതാണ് നമ്മുടെ വിഷയം, അതാണ് ഔലിയാക്കൾ. അപ്പൊ നമ്മൾ ഉസ്താദെ ഞങ്ങൾക്ക് ഇതേപോലെ സമാധാനമായിട്ട് ജീവിക്കണം, എന്താ ചെയ്യുക? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച ആളുകൾ രണ്ട് സവിശേഷതകളുള്ളവരായിരുന്നു. ആ രണ്ട് സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഉറക്കപ്പുറ മനുഷ്യന്മാരെ, വളവന്നൂരിന് ഒരു ചെറിയ വളവുള്ളതുപോലെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിന്റെ ആദ്യത്തെ ആ ഒരു പകുതിയുടെ സ്വഭാവമേ കാണിക്കുന്നുള്ളൂ, അവസാനത്തെ പകുതിയുടെ സ്വഭാവം കാണിക്കുന്നു. ഇപ്പൊ ആ ഒരു വളവന്നൂരിന്റെ വളവ ഇപ്പൊ കാണിക്കുന്നുള്ളൂ, അന്നൂറ് കാണിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ രീതിയിൽ ഒരു മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ രണ്ട് ബോധ്യങ്ങൾ ഉണ്ടാവും. ഏതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്? ആ രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ രണ്ടും പറയാൻ നിങ്ങൾ കേട്ടിരിക്കൂലേ? തൊപ്പിയെടുത്ത് മാറ്റിയിട്ട് പ്രസംഗിക്കണം. എനിക്ക് തലയിൽ വേർപ്പ് വന്നാൽ വേർപ്പ് ഇറങ്ങരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കണം. കുറെ കർശന നിർദ്ദേശം വന്നിട്ട് 12 മണിക്ക് മുമ്പ് ഇറങ്ങണം. എവിടെ നിന്ന് ചിലയിടത്തൊക്കെ വാദം തുടങ്ങണം 12 മണിക്ക്. 12 മണിക്ക് മുമ്പ് കറക്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം.
ഭക്ഷണം 8 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. എവിടെ നടക്കാൻ? അത് ഞാൻ ഈ തൊപ്പിയെടുത്ത് മാറ്റിയിട്ട് ഞാൻ തേർപ്പ് വന്നിട്ട് തലയിൽ തൊമ്മിയിട്ട് താഴോട്ട് ഇറങ്ങിയ പിന്നെ ചുമയും ബുദ്ധിമുട്ടും കഫക്കെട്ട് വീണ്ടും വരും. അതുകൊണ്ടാണ്. അല്ല ഞാൻ മുജാഹിദായിട്ടൊന്നും അല്ല. പറയാൻ പറ്റൂല. ആളുകളെ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഫോട്ടോ എടുത്തിട്ട് കബീർ മുസ്ലിയാർ ഫോട്ടോ വരും. റക്കീബിനെ അത്തീദിനെ ഇപ്പൊ ആർക്കും പേടിയില്ല. വാട്സപ്പും ഫേസ്ബുക്കും ആണ് പേടി. അല്ല, ഞാനത് വെറുതെ പറഞ്ഞതല്ല. വാട്സപ്പിനെയും ഫേസ്ബുക്കിനേക്കാൾ ഭീകരമല്ല റക്കീബ് അത്തീദ്. ആണോ? വാട്സപ്പിനെയും ഫേസ്ബുക്കിനേക്കാൾ ഭീകരമല്ല റക്കീബ് അത്തീദും. കാരണം ഇടത്തെ തോളിലും വലത്തെ തോളിലും 2 മലക്കുകളുണ്ട് റക്കീബ് അത്തീദും. നമ്മളിൽ ഒരാൾ കള്ളു കുടിക്കാൻ നിയ്യത്ത് വെച്ചു. അവൻ കള്ളു കുടിക്കാൻ വേണ്ടി ബാറിൽ പോയി. ആ ബാർ ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ കള്ളിന് ഓർഡർ ചെയ്തു. ആ സാധനം മുമ്പിൽ വന്നു. റക്കീബ് അത്തീദ് എഴുതൂല്ല. അതവൻ എടുത്തു കുടിക്കാൻ പോയി. അപ്പോഴും റക്കീബ് അത്തീദും ആ തെറ്റെഴുതൂല്ല. അവൻ ചുണ്ടോട് വെച്ചപ്പോ അള്ളാനെ പേടി വന്നു. അവൻ അതിൽ നിന്ന് ഒഴിവായി. റക്കീബ് അത്തീദും വെറുതെ വിടും അവനെ. ഇല്ലേ? അല്ലേ ഉസ്താദ്? അങ്ങനെയല്ലേ? അങ്ങനെയല്ല നിങ്ങള് വെറുതെ വിടും. വാട്സപ്പും ഫേസ്ബുക്കും വെറുതെ വിടുവോ? നിങ്ങൾ പറ റക്കീബ് അത്തീദുമാണ്. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. കബീർ ബാക്കവി ഇപ്പൊ കള്ളു കുടിക്കാൻ തീരുമാനിച്ചു. നഊദുബില്ലാ, അല്ലാഹു കാക്കട്ടെ. അവിടെ ബാർ ഹോട്ടലിൽ എത്തി, എടുത്തു ചുണ്ടിൽ വെച്ചു. അപ്പോഴാണ് അള്ളാനെ പേടി വന്നത്. മാറ്റി. റക്കീബ് അത്തീദും വെറുതെ വിടു തന്നെ, എഴുതൂല്ല. നാളെ പരലോകത്തെ ഏടിലുണ്ടാവൂല, സുഹൂഫിലുണ്ടാവൂല. വാട്സപ്പും ഫേസ്ബുക്കും തന്നെ വെറുതെ വിടുവോ? കബീർ ബാക്കവി ബാർ ഹോട്ടലിൽ. അപ്പൊ പിന്നെ അവൻ ബാറിൽ കയറിയത് എന്തിനാ? അഫ്ളൽ ദിക്ർ പറയാന് അല്ലല്ലോ. അപ്പൊ പിന്നെ അവര് വെറുതെ വിടുവോ? ഇല്ല. എന്റെ ഡ്രൈവർ ഒരു ദിവസം ഒരു നീളമുള്ള കുപ്പി ഗ്ലാസ്സിൽ എനിക്ക് പെപ്സി ഒഴിച്ചു തന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് അവ ഫോട്ടോ എടുക്കാൻ, പൊന്നു മോനെ ഫോട്ടോ എടുത്തിട്ട് സാധനം ഇതാണെന്ന് വെളിയിൽ കാണുന്ന ആൾ അറിയൂല. സാധനം ഇത് പെപ്സിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അപമാനത്തിന്റെ, അള്ളാനെ പേടിയില്ലാത്തൊരു സമൂഹം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ട്. ഫെബ്രുവരി 17-ാം തീയതി കുഴിമണ്ണയിൽ ഞാൻ വിഷയം പ്രസംഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തെറ്റും ശരിയും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്താൽ. ആരാണ് ഔലിയാക്കൾ? അവരാ വെറുതെയിലേക്ക് എത്താനുള്ള കാരണമേതാ? അള്ളാഹുവിന്റെ ഖുർആൻ ഒരൊറ്റായത്തിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാരാ? അവര് മറ്റാരുമല്ല. ഒന്ന്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മനസ്സിലും ഹൃദയത്തിലും തീരുമാനിച്ചവർ. ഒന്ന്, അവരാരാ? അള്ളാഹുവിന്റെ ഔലിയാക്കളാരാ? ഖാലൂ റബ്ബുനല്ലാഹ്, അവര് പറയും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ്. എന്റെ അല്ലാഹ്, ശ്രദ്ധിച്ചു കേൾക്കണേ, എന്റെ അല്ലാഹ്, എന്റെ അല്ലാഹ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് ഹൃദയത്തിലേക്ക് പടച്ചറപ്പുമായി അഭേദ്യമായ ബന്ധമുള്ളവർ, അള്ളാഹുമായിട്ട് അഭേദ്യമായ ബന്ധം എന്ന് പറഞ്ഞാൽ ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ അല്ലാഹ് എന്ന് പറയുക. അല്ലാഹ് എന്ന് പറയുന്നതും എന്റെ അല്ലാഹ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അറബി ഭാഷ അറിയുന്നവരോട് ചോദിക്കാം. മുലാഫിലേഹി, മുലാഫ് മുലാഫിലേഹി എന്ന് പറയും. ഒരു സാധനത്തെ മറ്റൊന്നിനോട് ചേർത്ത് പറയുമ്പോ, ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ ഒരു പെണ്ണ് പോവുകയാണ്. ഏതാ പെണ്ണ്? ഭാര്യ എന്ന് പറഞ്ഞാൽ ആരുടെ ഭാര്യയാവാം? ഒരു പെണ്ണയിലേ പോവാണ്. ഏതാണ് ആ പെണ്ണ്? അത് ഭാര്യയാണ്. ആരുടെ ഭാര്യയാവാ? ഒരു മെനക്കേടുമില്ല. അതല്ല, വേറൊരു പെണ്ണ് റോഡിൽ കൂടെ പോകുന്നത്, അതാരാണ്? എന്റെ ഭാര്യ. എന്നോടത് എന്റേത് മാത്രമാണ് നീ നോക്കരുത്. ഭാര്യ എന്ന് പറയുന്നത് വേറെ, എന്റെ ഭാര്യ എന്ന് പറയുന്നത് വേറെ. അതാരാണ്? മോനൻ. അത്രേ ഉള്ളൂ, തീർന്നു. അതാരാണ്? എന്റെ മോൻ. എന്റെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ?
നിങ്ങൾ എന്താ ഇപ്പൊ UDF ഇരിക്കുന്ന മാതിരി ഇരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാവണില്ലേ പറയണത്? എന്ന് ഒരു വിഷയം തന്നെ പറഞ്ഞാൽ മതി. ഈ ഔലിയാക്കളായത് എങ്ങനെയാന്ന് അറിയണ്ടേ? അവര് അള്ളാഹുമായിട്ട് ബന്ധമുണ്ട്. അല്ലാതെ നമ്മളെ മാതിരി 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഓടി ചെല്ലുക, ഹൗദിന്റെ അരയെന്നിട്ട് ഈ കൊക്ക് കുളത്തിന്ന് മീൻ പിടിക്കണ മാതിരി ഒതുവെടുക്കുക, എന്നിട്ട് അപ്പുറം പോയി തവള വയലുമേ ചാടിയമാതിരി 2 സുജൂദ് 2 റുക്കു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, തീർന്നു. അതല്ല, അവരും അള്ളാഹും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധമാണ് റബ്ബുനല്ലാഹ്, എന്റെ അല്ലാഹ്. എന്റെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മോനാണ്. ആരുടെ മോൻ? എന്റെ മോൻ. ഭാര്യയാണ്. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഒരു സാധനത്തെ എന്നിലേക്ക് ചേർക്കുമ്പോൾ ഞാനും അതും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഏതൊരു വിശ്വാസി നിന്റെ ഹൃദയത്തുമായി അള്ളാഹുമായിട്ടുള്ള ബന്ധം ഖാലൂ റബ്ബുനല്ലാഹ്, ഈ എന്റെ അല്ലാഹ് എന്ന് പടച്ചറപ്പിനെ കുറിച്ച് പറയാൻ കഴിയുന്ന അബ്ദു ദീഗർ അബ്ദുഹു ചീസേദിഗർ മസറഫ ഇന്തിസാറോ മുന്തസർ, അബ്ദു ദീഗർ അബ്ദുഹു ചീസേദിഗർ മസറഫ ഇന്തിസാറോ മുന്തസർ. മഹാനായ സഅദുദ്ദീൻ ശിറാസി പറഞ്ഞതുപോലെ അടിമ, എന്റെ അടിമ എന്ന് അല്ലാഹു പറയുന്ന 2 വിശേഷണ പദങ്ങളുണ്ട്. ആ പദങ്ങളിലേക്ക് എത്തിച്ചേരാ ഞാനെന്ന് ചോദിക്കട്ടെ, ഇതേവരെ നമ്മൾ പറയാറുണ്ട് എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ ഭാര്യ, എന്റെ മക്കൾ എന്ന് പറയുന്നത് പോലെ ഇതേവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി എന്റെ അല്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ബന്ധം നാമം നമ്മുടെ റബ്ബ് നമ്മിൽ എവിടെയാ ഉള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ റബ്ബ് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഏതാ ഉള്ളത്? വളരെ പരിമിതമായ നമസ്കാരങ്ങളിലോ ദിക്റുകളിലോ മാത്രം നമ്മൾ ചെയ്തു കൂട്ടുന്ന ആ ഒരവസ്ഥയല്ലാതെ, ആ അവസ്ഥ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മൾ ദിക്ർ ചെയ്താലും നമ്മൾ നമസ്കരിച്ചാലും ആ നമസ്കാരമൊക്കെ വെറും ബാഹ്യമായ ചില ആരാധനാ പ്രക്രിയകളല്ലാതെ നമ്മുടെ നമസ്കാരങ്ങൾ പോലും, നമ്മുടെ അഫ്ളൽ ദിക്ർ പോലും, ഞാനൊന്ന് ചോദിക്കട്ടെ, പറയാറുണ്ട് സജ്ജിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി അലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ഈമാനിനെ പുതുക്കാനും നിന്റെ ഹൃദയത്തിന് പ്രകാശം കിട്ടാനും അലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന് പലപ്പോഴും പറയാറുണ്ട്. 70,000 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിന് പ്രകാശം കിട്ടിയോ? ആ ദിക്റുകൾക്ക് വെറുതെ ഒരു ഭാഗ്യമായ കുറെ ജൽപ്പനങ്ങളല്ലാതെ. പക്ഷേ ഞാൻ ഒരിക്കലും തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വേദിന് പോയപ്പോ ആ സമയത്തൊരു സഹോദരി, ഏതാണ്ട് ഒരു 10-15 വയസ്സുള്ള, കാണാൻ വളരെയേറെ സന്തോഷം തോന്നുന്ന ഒരു ഉമ്മ എന്നെ കാണാമെന്നിട്ട് എന്റെ മുമ്പിൽ ഒരു സ്വന്നാപനം എന്നിട്ട് പറഞ്ഞു, മോനെ ദുആ ചെയ്യണം, മോന്റെ എല്ലാ അത് ഞാൻ കേൾക്കാറുണ്ട്. എന്നിട്ട് അവരെന്നോട് പറയാ, എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ, അദ്ദേഹം മരണപ്പെട്ടിട്ട് കുറെ വർഷങ്ങളായി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞ കഥ ഈ ബാഫക്കിയത്തെങ്ങാനേല് ബഹുമാനപ്പെട്ട ശൈഖുനാ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ആ സുന്ദരമായ നാവിന്റെ കറാമത്തുകൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന യത്തീങ്ങാനയുടെ ക്യാമ്പസിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അവര് പറയുക, എന്റെ ഭർത്താവ് എല്ലാ ദിക്റുകളിലും പോയിരുന്ന മഹാനായ ശൈഖുനാ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ദിക്ർ മജ്ലിസിൽ എപ്പോഴും പങ്കെടുത്ത ആളാ. ആ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞിട്ട് ഏതാണ്ട് 4-5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്ന് ഈ കസേരയിൽ ഇരുന്നപ്പോ 5 വർഷം മുമ്പ് അവര് പറഞ്ഞ സംഭവം എന്റെ മനസ്സിൽ ഓർമ്മ വന്നടാ. ഇത് ഞാൻ കാലേ കൂട്ടി ഓത്ത് പറഞ്ഞതല്ല. 5 വർഷം മുമ്പ് ഏതോ ഒരു സദസ്സിൽ വേദന പോയപ്പോ പറഞ്ഞ കാര്യം ഈ കസേരയിൽ ഇരുന്നപ്പോ ഓർമ്മ വന്നടാ. പൊന്നുമോനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ദിക്ർ മജ്ലിസ് നടത്തുകയാ. ആ ദിക്ർ മജ്ലിസിൽ പോയിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വെള്ള വസ്ത്രം ധരിച്ചു, വെള്ള മുണ്ട് ധരിച്ചു, വെള്ള ഷർട്ട് ധരിച്ചു, വെള്ള തൊപ്പിയും ധരിച്ച് കയ്യിൽ തസ്ബീഹുമായിട്ട് നിൽക്കുകയാ. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് ദിക്ർ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്നു. ആയിരക്കണക്കിന് ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ വെള്ള തൊപ്പിയും ധരിച്ച് താടിയും വെച്ചിട്ട് കയ്യിലെ തസ്ബീഹ് ഇരിക്കുകയാ. ഓരോരുത്തരും പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാപ്പു ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ശൈഖുനാ ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓരോരുത്തരും
ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്റെ ഭർത്താവ് തസ്ബീഹ് കയ്യിൽ പിടിച്ചിട്ട് ഉറക്കെ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 70,000 ദിക്റ് ചൊല്ലി അവസാനത്തെ വട്ടത്തെ തസ്ബീഹ് പൂർത്തിയാകുമ്പോ അവസാനത്തെ ദിക്റ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞു തീരേണ്ട താമസം എന്റെ ഭർത്താവ് വലതേ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ എന്റെ ഭർത്താവ് ദിക്റിന്റെ മജ്ലിസിൽ വീണു. അവസാനം അവിടെ കിടന്നിട്ട് പിടയുമ്പോ ശൈഖുനാ ചാപ്പനങ്ങാടി ഉസ്താദ് എഴുന്നേറ്റ് പോയിട്ട് എന്റെ ഭർത്താവിനെ മടിയിലേക്ക് കിടത്തു. അദ്ദേഹത്തിന്റെ കയ്യിലെപ്പെടെ തസ്ബീഹ് മാല കിടക്കുന്നുണ്ട്. ശൈഖുനാ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ മടിത്തട്ടിലെ തല വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്റ് പറഞ്ഞിട്ട് ഉസ്താദിന്റെ മടിയിൽ തല വെച്ചിട്ടാ എന്റെ ഭർത്താവ് മരിച്ചതെന്ന് പറഞ്ഞപ്പോ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നുപോയി. വളവന്നൂര് ബാബയ്ക്ക് എത്തിങ്ങാണ് ഏതൊരു മനുഷ്യന്റെ നാവിന്റെ കറാമത്താണോ. ഒരു റിസീവർ ഇല്ലാതെ, ഒരു പിരിവില്ലാതെ 10,000-ഓളം വിദ്യാർത്ഥികളും 500-ഓളം സ്റ്റാഫുകളും അടങ്ങുന്ന ഈ മഹിതമായ സ്ഥാപനം ഇന്നും ഒരു പ്രയാസമില്ലാതെ കടന്നു പോകുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതല്ല. അവസാനം നിനക്ക് അഫ്ദൽ ദിക്ർ പറഞ്ഞിട്ട് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ കഴിയണോ? ശൈഖുനാ ചാപ്പനങ്ങാടി ഉസ്താദിനെ പോലെ ഈ ദുനിയാവിനോട് തലാഖ് ചൊല്ലിയിട്ട് എല്ലാം പടച്ച റബ്ബിലേക്ക് അർപ്പിച്ച ഖാലൂ റബ്ബുനല്ലാഹ്, എല്ലാം എന്റെ റബ്ബാ, ആ റബ്ബിനെ പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഈ ഭൗതികമായ ലോകത്തോട് വിട പറഞ്ഞു കൊടുക്കുന്ന ഇന്നലില്ലാഹി ഇബാദന ഫൂതനാ തല്ലഖു ദുനിയാ വഖാഫു ഫീതനാ. ഈ ദുനിയാവിനെ തരാകതല്ലേട്ട് എന്റെ റബ്ബിനേക്കാൾ വലുതെനിക്ക് വേറൊന്നുമില്ല. ഏറ്റവും വലുതെന്റെ റബ്ബാ. റഅയ്തുല്ലാഹ അക്ബറ കുല്ല ശൈഇ മുഹാവലതഹു വഅക്തറുഹും ജുനൂദാ. എന്റെ റബ്ബിനേക്കാൾ വലുതെനിക്കൊന്നുമില്ല എന്ന് ഹൃദയത്തിൽ അല്ലാഹുവിന് സ്ഥാനം കൊടുക്കുന്ന ഒരു പദവിയിലേക്ക് ഒരാൾ പോയാൽ ആ പോക്കിന്റെ പേരാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എല്ലാം പടച്ച റബ്ബിലേക്ക് അഭയം പ്രാപിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഞാൻ അതിന്റെ വിശദമായ ഖാലൂ റബ്ബുനല്ലാഹ് എന്നതിന് തഫ്സീറിൽ 12 തഫ്സീറാണ്. എന്റെ റബ്ബ് എന്ന് പറയുന്നതിന് 12 തഫ്സീറാണ്. എത്ര പറമനുഷ്യന്മാരെ ഒന്ന് സൈരിക്കും മനുഷ്യന്മാരെ 12. അതിലേറ്റവും താഴ്ന്ന പടി, ഏറ്റവും ഉയർന്ന പടിയുണ്ട്. അതൊക്കെ വിലായത്തിന്റെ പദവിയാ. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയാൽ പറഞ്ഞവരെടുത്തെത്തൂല. ഒന്നാമത്തെ പടിയുണ്ട്. ഏതാ? വലൗ ഖാതറത് ഫീ ഖൽബി സിവാകാ ഇറാദതൻ അലാ ഖാതിരി സഹവൻ ഹകംദു ബിരിദ്ദതി. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തൊരു ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നാൽ ആ സമയത്ത് ഞാൻ മുർത്തദായി എന്ന് ഞാൻ കരുതുമെന്ന് പറഞ്ഞ ഖാദിയാദ് റഹ്മത്തുള്ളാഹി തആല അലൈഹിം അല്ലാഹു തമ്മിലുള്ള ബന്ധം. അതാണ് ഒന്നാമത്തെ പദവി, മഅരിഫത്തിന്റെ പദവി. അല്ലാഹു അല്ലാത്തൊരു ചിന്ത ഹൃദയത്തിൽ വന്ന മുർത്തദായി, ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോയി. എന്നാ പിന്നെ നമ്മൾ 24 മണിക്കൂറും വെളിയിൽ തന്നെ. ആ ഈമാന്റെ പദവിയിലേക്ക് നമ്മൾ പോയാ നമ്മൾ 24 മണിക്കൂറും 24 മണിക്കൂറും നമ്മൾ ഇസ്ലാമിന് വെളിയിലാണ്. അതില് മഹാനായ ഉമർ റളിയല്ലാഹു തആല 12 മാന പറയുന്നുണ്ട്. മുഫസ്സിരീങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. ആ അല്ലാഹുമായിട്ടുള്ള ബന്ധം അതിന്റെ ഏറ്റവും താഴ്ന്ന പടി. പറയട്ടെ മനുഷ്യന്മാരെ, അതിലേറ്റവും താഴ്ന്ന പടി ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബി അന്നവാഹി. അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹു നിരോധിച്ച കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. ആമീൻ പറ. ഇംതിസാലു അവാമിരില്ലാഹി തആല, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, നിർബന്ധമായതൊക്കെ ചെയ്യുക. നിസ്കരിക്കാത്തവൻ എന്ത് വിലായത്ത്? അല്ലെങ്കിൽ പിന്നെ അവൻ ആ പദവിയിലേക്ക് എത്തണം.
അല്ലെങ്കിൽ അവൻ ആ പദവിയിലേക്ക് എത്തണം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളുമായിട്ട് യാത്ര ചെയ്ത് എന്നെ കാണാൻ വേണ്ടി പുള്ളി വിലായത്തിന്റെ വലിയ പദവിയിലാന്നൊക്കെ പറഞ്ഞു മുടിയൊക്കെ ബൈക്കിലോട്ടൊക്കെ ഇട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് അയാൾ ഭയങ്കര വിലായത്തിന് അഹിലുകാരനാണ്, ഞാൻ ഇങ്ങനെയുള്ളതിനൊന്നും അടുപ്പിക്കൂല. എനിക്ക് ഈ പൊള്ളാച്ചി ചന്തയിലെ ഈ കൊട്ടപ്പാക്ക് കച്ചവടം എനിക്ക് പെട്ടെന്ന് ഞാൻ കൊണ്ട് ഇങ്ങനെയുള്ള ഞാൻ വലിയാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നവൻ ഏതാനും അത്ര നല്ല സാധനം ആയിരിക്കൂല. ആണോ? വലിയൊരിക്കലും ഇങ്ങോട്ട് വരൂലല്ലോ. ഞാൻ വിലായത്തിന് അങ്ങനെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ അവനെ പൊക്കിക്കൊണ്ട് നടന്നു. ഇത്രയുണ്ട് മുടി. ബൊഹറിന് ബാങ്ക് വിളിച്ചു, കാറ് നിർത്തി ഇറങ്ങിയപ്പോ ശൈഖുനായോട് ചോദിച്ചു നിസ്കരിക്കുന്നില്ലേ എന്ന്. അപ്പൊ അദ്ദേഹം വന്നു, നീ പൊക്കോ, ഞാൻ മക്കയിലാ നിസ്കാരം. വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്ത, വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്ത എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതുപോലെ മഹാനവറുകൾ ആ ദറജയിലും തർത്തീബിലെത്തിയാളാണ്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കയിലാ നിസ്കാരം, നീ പൊക്കോളാൻ. എന്നിട്ട് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് എന്നോട് പറയാം, ഉസ്താദെ പുള്ളിക്കാരൻ നിസ്കരിച്ചില്ല. ഞാൻ വെച്ചു പിന്നെ ആ സമയം അയാൾ എന്ത് ചെയ്തു, അയാളെ കാറിന്റെ ബാക്കി സീരിയൽ ചാരി ഇരുന്നിട്ട് സയ്യിദ് ദുഹാനി കാജാബീഡി വലിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവനും വിലായത്തിന്റെ അഹിലുകാരൻ. 1000 കോപ്ര നിസ്കാരം ഇല്ലാത്തവനെന്ത്? അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമല്ലാത്ത ആളുകൾ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബി അന്നമാഹി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തൊരു പുതിയ തരീഖത്തുണ്ട്, നിസ്കരിക്കണ്ട. ആ മുറബിയായ ശൈഖിന്റെ കൽപ്പന നിസ്കരിക്കണ്ട. കാരണം വാക്കിമിസ് സലാത്ത ലിദിക്രി, നിസ്കാര സ്മരണയ്ക്ക് വേണ്ടിയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കണ്ട. ആ സമയം അല്ലാഹനെ ഒന്ന് ഓർത്താൽ മതി ഹൃദയത്തിൽ. ബാങ്ക് വിളിക്കുമ്പോ പള്ളി കയറി നിസ്കരിക്കണ്ട. വാക്കിമിസ് സലാത്ത ലിദിക്രി, അയാൾ പറഞ്ഞത് ഖുർആനാണ്. അല്ലാഹനെ ഒന്ന് കൽബിൽ സ്മരിച്ചാൽ മതി. ഭയങ്കര തിരക്കാന്നുള്ള ഫ്രീക്കന്മാര് മുഴുവൻ ആ ശൈഖിന്റെ കൂടെയാ. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ തരീഖത്തിൽ ഇസ്ലാമിനും പോകാത്ത ആരാ ഉള്ളത്? ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കട് തിപ്പിടുമുണ്ട് ഈ തരീഖത്ത്. ആ തരീഖത്തിൽ കള്ളു കുടിക്കൽ അനുവദനീയമാണ്. ആ തരീഖത്തിന്റെ ശൈഖ് ക്ലീൻ ഷേവല്ല. അയാളുടെ താടി പൊക്കിൾ കൊടിയുടെ താടെയാണ്. അയാളുടെ തലപ്പാവിന് എന്നെക്കാളും നീളമുണ്ടെന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളോട് പറയാണ്, വ്യാജ തരീഖത്തുകൾ കേരളത്തിൽ മുഴുവനും അടിത്തറ തോണ്ടുമോ? മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മഹാന്മാരായ ക്രാന്ത ദാർശനികനായ പണ്ഡിതന്മാർ സമസ്ത ജംഇയ്യത്തുൽ ഉലമ ഇതേവരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടില്ല, തിരുത്തേണ്ടത് പറഞ്ഞിട്ടുമില്ല. സമസ്ത തള്ളിപ്പറഞ്ഞ തരീഖത്തുകൾ, സമസ്ത എതിർത്ത തരീഖത്തുകൾ, സമസ്തയുടെ ഉലമാക്കൾ തള്ളിപ്പറഞ്ഞ തരീഖത്തുകൾ നമ്മുടെ ഈ ഭാഗത്ത് മുഴുവനും, നമ്മുടെ ഈ തിരൂരി, എടപ്പാൾ, വളാഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ പിടിമുറക്കുമ്പോ എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. അള്ളാഹുവിന്റെ ശരീഅത്ത് നിർബന്ധമില്ലാത്ത ഏത് തരീഖത്തുകൾ? ശൈഖുന പറ കണ്ടാ പിന്നെ ശൈഖുനാക്ക് വേണ്ടി ചന്ദ്രേട്ടനെ പിന്നെ നമ്മൾ മാനത്തുണ്ടായി കൊടുക്ക മുരീദന്മാരെല്ലാരും കൂടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ പടി ഇംതിസാലു അവാമിരില്ലാഹി തആല, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. വജ്തിനാബി അന്നമാഹീഹി, അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുക, എന്നിട്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാതിരിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു തആല ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, വലാ തറൂഗ് റൗഗാന തഅലബി, വലാ തറൂഗ് റൗഗാന തഅലബ്. നീ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഊളന്റെ പണി നീ കാണിക്കരുത്. വലാ തറൂഗ് റൗഗാന തഅലബ്, ഊളന്റെ പണി നീ കാണിക്കരുത്. ഊളൻ അറിഞ്ഞൂടെ? എന്തെന്നാ ഇവിടെ പറയാ? ഊളൻ അത് നമ്മുടെ അടിമാലിയിലെ ഭാഷയല്ലേ മൊമാലി ഉസ്താദ്. ഇവിടെ എന്തെന്നാ പറയാ? ഊളൻ നല്ലേ പറയാ, ഓരിയണ സാർ ഉറുക്കൻ. ഊളൻ നല്ലേ ഇവിടെ പറയാ. പണ്ട് ഞാൻ ഒരു സദസ്സിൽ ഇതേപോലെ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ഖത്തീബ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഊളന്റെ കഥ പറഞ്ഞു. ആളുകൾ മൊത്തം ചിരിക്കാൻ തുടങ്ങി. കാലതല്ലേ ഊളെന്ന് പറയുമ്പോഴേ ആളുകൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്ത് പടച്ചോനെ എന്ത് പറ്റി, ഈ നാട്ടിൽ ഈ വാക്കെങ്ങാനും വേറെ വല്ല മോശമായ അർത്ഥമുള്ളതാണ്? അങ്ങനെ ഉണ്ടല്ലോ. ഊളെന്ന് പറഞ്ഞ ആളുകൾ എഴുന്നേറ്റും കടന്നുമൊക്കെ ചെറുപ്പക്കാർ ചിരിക്കാൻ തുടങ്ങി. പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ അല്ലായ്മപ്പെട്ടിരിപ്പുണ്ട്. ഞാൻ ഓർത്ത് പടച്ചോനെ ഒരു മോശമായ പദം തന്നെ. പ്രസിഡന്റ് മുഖത്തൊന്നും രക്തവയില്ല, ആളുകളാണെങ്കിൽ തലതല്ലിച്ചിട്ട് ഞാൻ ഓർത്ത് പടച്ചോനെ എന്താ ഭാഗത്ത് സംഭവിച്ചു. ഊളെന്ന് പറയുമ്പോ കരച്ചില്ല. ഞാൻ പിന്നെ നോക്കി പടച്ചോനെ എന്റെ തുണിയൊക്കെ അവിടെ തന്നെ ഉണ്ട് താൻ. അവസാനം ഇറങ്ങിയപ്പോ ഞാൻ ഖത്തീബിനോട് ചോദിച്ചു, ഉസ്താദെ ഊളെന്ന് പറഞ്ഞപ്പോ ഈ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ തലതല്ലിച്ചിരിക്കേണ്ട കാര്യം അവിടെ ഒരു മോശമായ അർത്ഥമുള്ള പദമാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്നോട് അദ്ദേഹം പറഞ്ഞ ബാക്കവി അതല്ല വിഷയം, ഞാനും ആകെ വിമിഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത്? ആ നാട്ടിലെ പള്ളി പ്രസിഡന്റ് ഇരട്ടപ്പേര് ഊളെന്ന അദ്ദേഹം സദസ്സിരിപ്പുണ്ട്.
അവിടെ പെട്ടെന്ന് ഞാനൊന്ന് പദമൊന്ന് മാറ്റിയത്, അബദ്ധം വേണമായിരുന്നു. കുറുക്കന്റെ പണി നീ കാണിക്കരുത് എന്ന് ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ കുറുക്കന്റെ പണി? എന്താ കുറുക്കന്റെ പണി? കുറുക്കന്റെ പണി ഈ കുറുക്കൻ കോഴിയെ പിടിക്കാൻ വേണ്ടി രാത്രി കോഴിക്കൂടിൽ പോകും. കോഴിയുടെ കൂട്ടിൽ പോയി കുറുക്കൻ നേരെ ഒരിക്കൽ ഒരു കുറുക്കന് പനി പിടിച്ചു. അപ്പൊ കുറുക്കത്തി പറഞ്ഞ ആളുകളുടെ പൊരുത്തമില്ലാത്ത ഭക്ഷണം കഴിച്ചോണ്ടാ നിങ്ങൾക്ക് പനി വന്നതെന്ന് പറഞ്ഞു കുറുക്കത്തി. അപ്പൊ കുറുക്കൻ പറഞ്ഞ ആളുകളുടെ പൊരുത്തമില്ലാത്ത അനുവാദമില്ലാത്ത ഒരു ഭക്ഷണം ഇന്നേ വരെ ഞാൻ തിന്നിട്ടില്ലെന്നായി കുറുക്കൻ. അപ്പൊ കുറുക്കത്തി ചോദിച്ചു, രാത്രി പോയി കോഴീനെ മൊട്ടിച്ച് പിടിക്കുന്നത് പൊരുത്തമുള്ളതാണോ എന്ന് ചോദിച്ചു കുറുക്കത്തി. അപ്പൊ കുറുക്കൻ പറഞ്ഞു, എല്ലാവരും സമ്മതവും പൊരുത്തവും തന്ന് ഞാൻ കൊണ്ടുവരുന്ന ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ രാത്രിയിലെ കോഴി മോഷണമാണെന്ന് പറഞ്ഞു. അപ്പൊ കുറുക്കത്തി ചോദിച്ചത് എങ്ങനെ? അപ്പൊ കുറുക്കൻ പറഞ്ഞൊരു പരിപാടിയുണ്ട്. കുറുക്കൻ പറഞ്ഞു, ഞാൻ രാത്രിയിൽ പോയി ഇന്ന് യഥാർത്ഥത്തിൽ നടക്കുന്നൊക്കെ ഏതാണ്ട് ഈ പരിപാടിയാണ്. പോയി കോഴിയെ പിടിക്കാൻ വേണ്ടി കോഴിയുടെ കാലുമേ പിടിക്കും പൊരുത്തം ചോദിക്കാൻ. കോഴിയുടെ കാലുമേ പിടിക്കും ഞാൻ. അപ്പൊ കോഴിയോട് പൊരുത്തം ചോദിക്കും പിടിക്കുന്നതിന് മുമ്പ്. അപ്പൊ കോഴി ഒച്ചത്തിൽ ബഹളം ഉണ്ടാക്കിയിട്ട് പൊരുത്തം തരും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ മുഴുവൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും. കോഴിയുടെ ഈ കൂവല് കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണ മുഴുവൻ ആളുകളും എഴുന്നേറ്റ ഉടനെ പാഞ്ഞു വന്നിട്ട് പറയും, പിടിയടാ 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 പിടിയടാ. എഴുന്നേക്കണവനൊക്കെ പറയണ പിടിയടാ പിടിയടാ. എഴുന്നേക്കണവനൊക്കെ ഓടി വന്നിട്ട് എഴുന്നേറ്റവനെല്ലാം പറയും പിടിയടാ പിടിയടാ പിടിയടാ. കുറുക്കത്തിയോട് പറഞ്ഞു 1-2 പ്രാവശ്യമൊക്കെ പറയുമ്പോ ഞാൻ കേട്ടിരിക്കും. പിന്നെ എല്ലാരും കൂടെ നിർബന്ധിക്കുമ്പോ ഞാനിങ്ങ് പിടിച്ചോണ്ട് വരുന്നു കുറുക്കൻ. എല്ലാരും പിടിയടാ 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 എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ പിടിക്കായിരിക്കും. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഈ ന്യായം മുസ്ലിമിന് പറ്റില്ല. കാരണം അവൻ ഖബറിൽ പോകേണ്ടവനാണ്. ഉസ്താദെ, പലിശ ഹറാമാണ്. ബാങ്ക് പലിശ ഹറാമാണ്, ഉറപ്പ്. ബാങ്ക് പലിശ അതാ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തിനാ അതുമേ പിടിക്കണത്? കള്ളു കുടിക്കൽ ഹറാമാണ് അല്ലേ? ഹറാമല്ലേ? പാൻ പരാഗ് വെക്കൽ ഹറാമാണ്. അവിടെ എന്താ നമുക്ക് ഹലാല് വരണത്? പാൻ പരാഗ്. മിണ്ടുന്നില്ല ആരും, ഇപ്പോഴും ചുണ്ടുമേ കാണും. രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടി 4 റുപ്യ കൊടുത്താൽ ഒരു പാക്കറ്റ് കിട്ടും. അവനതിന്റെ സുന്നത്ത് കർമ്മം നിർവഹിക്കും ഒരു മൂലമേല്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളായ ഒരു ഗുണമുണ്ട്, ഓതി ഊതിയെ കഴിക്കോ, നേരെ തട്ടി ഉള്ളം കയ്യിലിടും. എന്നിട്ട് ഒറ്റ ഊതല പൊടിയൊക്കെ മത്തനൊക്കെ ചെറകൊക്കെ അങ്ങ് പോകും, മത്തന് മാത്രം അവിടെ കിടക്കും. അതെടുത്ത് ചുരുട്ടിയിട്ട് ഈ ചുണ്ടിന്റെ ഇടയിലോട്ട് അവനങ്ങ് വെച്ചാൽ പിന്നെ വിലായത്തിന്റെ പദവിയില്ല, ദുനിയാവിലും അല്ല ആഖിറത്തിലും അല്ല. വ്യാപകമായി ഇത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു മിൻ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സർവ്വവിധ ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തന്നത് ഞാനാണ്. ആ മഴത്തുള്ളി ഭൂമിയിലേക്ക് വീണിട്ട് അതിൽ നിന്ന് ധാന്യമണികളെ മുളപ്പിച്ചു തന്നത് ഞാനാ. എന്നിട്ടോ അൻസലല്ലാഹു ലക്കും മിൻ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ ഔ ഹലാലാ. ആ ഭക്ഷണത്തിൽ നിന്ന് ഹറാം ഹലാൽ നിങ്ങൾക്ക് ഞാൻ വേദരിച്ചു തന്നിട്ടില്ലോ. പിന്നെന്തിനാണ് പടച്ചറപ്പിന് ഇഷ്ടമല്ലാത്തത് ചെയ്യുന്നതെന്തിനാ? നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. മഹാനായ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പ്രമുഖനായ വസ്ത്രവ്യാപാരിയാ. ആ വസ്ത്രവ്യാപാരിയായ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കച്ചവട സ്ഥാപനത്തിൽ 2 ക്വാളിറ്റിയിലുള്ള സാധനമുണ്ട്. ഒന്നിന് 200 ദിർഹമാണ് വില, മറ്റൊന്നിന് 100 ദിർഹമാണ് വില. 200 ദിർഹമിന്റെ സാധനം ഒറിജിനലാണ്, 100 ദിർഹമിന്റെ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ കണ്ടാൽ രണ്ടും ഒരുപോലെ ആയിരിക്കുക. കാണുന്ന ഒരാൾക്ക് ഒരിക്കലും തിരിച്ചറിയാനുള്ള മാറ്റമില്ല. ബഹുമാനപ്പെട്ട യൂനുസ് ഇബ്നു ഉബൈദ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോകുമ്പോ തന്റെ സഹോദരനെ കടയിലെ കച്ചവടത്തിന് ഏൽപ്പിച്ചിട്ട് പോയി. വിദേശിയായ ഒരാളെ കടയിലേക്ക് വന്നു. അയാൾ ചോദിച്ചു, ഈ സാധനത്തിന്റെ വില എത്രയാ? 200 ദിർഹമാണ് വില. യഥാർത്ഥത്തിൽ 100 ദിർഹമിന്റെ സെക്കൻഡ് ക്വാളിറ്റി സാധനമാണ്. വന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടതാണ്, വില പേശിയതല്ല. അദ്ദേഹം പറഞ്ഞു 200 ദിർഹമാണ് വില. അയാൾ 200
ദിർഹം കൊടുത്ത് സെക്കൻഡ് ക്വാളിറ്റി സാധനം അമിത വിലക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി. ആ സാധനവും വാങ്ങിച്ചുകൊണ്ട് നടന്നു പോകവേ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിലെ സാധനവുമായിട്ടൊരു വിദേശിയായ ഗ്രാമീണൻ പോവുകയാ. അയാൾ ചോദിച്ചു, എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അക്കാണുന്ന കടയിൽ നിന്നാണ്. മാനായ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്രേ ഇതിനെത്രയാണ് വില? 200 ദിർഹമാണ് വില. യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് കൊള്ള ലാഭത്തിന് വിൽക്കുകയോ? ഇത് ഞാൻ എന്നോട് പറയുന്നത് നിങ്ങളോട് പറയുന്നത്. നാളെ മരിക്കുമെന്നുറപ്പില്ല, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുറപ്പില്ല, ആരുടെ മണ്ണിൽ പോയി പുഴുക്കളെ കാണണമെന്നുറപ്പുള്ള മനുഷ്യ ജീവിതങ്ങളോടാ യൂനുസ് ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയം ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, അയാളെയും വിളിച്ചുകൊണ്ട് തന്റെ കടയിലേക്ക് പോയിട്ട് സഹോദരനോട് ചോദിച്ചു, എന്തിനാണ് 200 ദിർഹം വാങ്ങിച്ചത്? 100 ദിർഹം തിരിച്ചു കൊടുക്കുക മര്യാദക്ക്. ആ സഹോദരൻ പേടിച്ചെറിഞ്ഞിട്ട് 100 ദിർഹം തിരിച്ചു കൊടുത്തു. കച്ചവടക്കാരനായ ഇയാളുടെ കയ്യിൽ നിന്ന് 100 ദിർഹം തിരിച്ചു കിട്ടിയപ്പോ വിദേശിയായ ഗ്രാമീണൻ അത്ഭുതപ്പെട്ടു പോയി. കരുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കണ്ടപ്പോ അത്ഭുതത്തോടെ വാങ്ങിക്കാമെന്ന കസ്റ്റമർ നോക്കി നിൽക്കവേ ആ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരൻ തമ്മിൽ വഴക്കായി. സഹോദരൻ പറഞ്ഞു, സഹോദരാ, എന്തിനാണ് നിങ്ങൾ എന്നെ ഇയാളുടെ മുമ്പിൽ വഞ്ചകനും കള്ളനുമാക്കിയത്? അയാൾ വന്നിട്ട് പൊരുത്തപ്പെട്ടയാള് തന്നതല്ലേ, ഞാൻ അയാളോട് വിലപേശിയില്ല, അയാളോട് പരസ്യം നടത്തിയിട്ടില്ല, അയാള് കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ട് തന്നതല്ലേ, അയാള് തൃപ്തിയോടെ പൊരുത്തപ്പെട്ട് തന്നതാണ് വാങ്ങിച്ചതെന്ന് പറയവേ ആ സമയത്ത് മഹാനായ യൂനുസ് ബിൻ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുകൾ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു സാധനം കച്ചവടം ചെയ്തപ്പോ ആ കച്ചവടം ചെയ്ത നിന്റെ തൃപ്തിയും നീ പരിഗണിച്ചു, വാങ്ങിക്കാമെന്ന ആളുടെ തൃപ്തിയും നീ പരിഗണിച്ചു, പക്ഷേ നിന്റെ പടച്ചറപ്പിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചിട്ടില്ല? നിങ്ങൾ രണ്ടുപേരുടെയും തൃപ്തി പരിഗണിച്ചാ മതിയോ? എന്റെ അല്ലാഹുവിന്റെ തൃപ്തി നീ പരിഗണിച്ചില്ല. 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് അമിതമായി ഈടാക്കിയിട്ട് പാവപ്പെട്ട ഉപഭോക്താവിനെ വഞ്ചിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെടുവോ? അല്ലാഹുവിന് ഇഷ്ടപ്പെടുവോ? ഇവിടെയൊക്കെ നിങ്ങൾ ന്യായം പറയാൻ വാക്കുവേത് കള്ളം പറഞ്ഞിട്ടല്ലോ. പക്ഷേ സഹോദരാ, നാളെ പടച്ചറപ്പിന് മുമ്പിൽ നിൽക്കുമ്പോ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന് മുമ്പിൽ നാളെ നിൽക്കേണ്ടതല്ലേ? ഞാൻ ഈ പറയുന്നത് നാളെ പള്ളിക്കാട്ടിന് പോയി കബറിൽ കിടക്കണമെന്ന് ഓർമ്മയുള്ള ആളുകളോടാ പറയാ. ആരോടാ ഇത് പറയുന്നത്? കബറിൽ കിടക്കണമെന്ന് ബോധമുള്ള മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. കുറേ സഹാബത്ത് മുഴുവനും താബിഈങ്ങളുടെ ഒരു സംഘം മുഴുവനും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാ. ആ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മരുഭൂമിയിലെ തമ്പടിക്കവേ ആ ഹജ്ജിന് വന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഹജ്ജ് കഴിഞ്ഞിട്ട് ഇഹ്റാം കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ആള് അയാള് മരിച്ചു. ഹജ്ജിന് വേണ്ടി പോകുന്ന വഴി ഹജ്ജ് കഴിഞ്ഞിട്ടല്ല, പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ മരണമടഞ്ഞു പോയി. താബിഈങ്ങളായ മഹാന്മാർ മുഴുവനും മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മനുഷ്യന്റെ കബറടക്കാൻ കബറ് കുടിച്ചിട്ട് ആ കബറ് കുടിക്കുമ്പോ ഓരോ പ്രാവശ്യവും കബറ് കുടിക്കുമ്പോ ആ കബറിന്റെ ഉള്ളില് തീയും വല്ലാത്ത പാമ്പുകളും നിറഞ്ഞു നിൽക്കുകയാ. ആ മനുഷ്യനെ ഹജ്ജിന് ഇഹ്റാം കെട്ടിയിട്ട് പരിശുദ്ധമായ കഅബാലയത്തിലാക്കി പോയ മനുഷ്യൻ പാതിവടിയിൽ മരിച്ചു പോകുമ്പോ അയാളുടെ കബറിൽ മുഴുവൻ തേളുകളും പാമ്പുകളും തീയും ഇങ്ങനെ പാറിക്കളിക്കുകയാ. ആ കബർ മൂടിയിട്ട് താബിഈങ്ങളായ മഹാന്മാര് രണ്ടാമത്തെ കബർ വെട്ട്, അതിന്റെ ഉള്ളിലും പാമ്പുകളും തീയും നിറഞ്ഞു നിൽക്കുകയാ. അത് മൂടിയിട്ട് മൂന്നാമത്തത് വെട്ടി, അതിന്റെ ഉള്ളിലും തീ നിറഞ്ഞു നിൽക്കുകയാ. അവസാനം അവരോരോ കബർ മൂടി
മൂടിയിട്ട് ഖബർ വെട്ടിയിട്ടും അതിന്റെ ഉള്ളിൽ തീയും പാമ്പുകളും നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റഈസുൽ മുഫസ്സിരീൻ, ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്ന ഒരാൾ മരണപ്പെട്ടിട്ട് അയാൾക്ക് വേണ്ടി ഞങ്ങൾ ഖബർ വെട്ടിയിട്ട് ആ ഖബർ മുഴുവന് തീയും തേളുകളും പാമ്പുകളുമാ എന്ന് പരാതി പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോയിട്ട് അദ്ദേഹത്തോ അത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ലൗ ഹഫർതുൽ അർള കുല്ലഹാ, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾ അയാൾക്ക് വേണ്ടി ഖബർ വെട്ടിയാലും ആ ഖബറിലെല്ലാം തീയും തേളുകളും പാമ്പുകളും കാണുക തന്നെ ചെയ്യും. തീയും പാമ്പുകളും തേളുകളും ഇല്ലാത്ത ഒരു ഖബർ അയാൾക്ക് കാണാൻ കഴിയില്ലെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അവര് ചോദിച്ചതിന്റെ കാരണം എന്താ? കാരണം അറിയാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുക. എന്നെ കേൾക്കാൻ ഈ വളവന്നൂരെത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്നറിയോ? അയാള് വ്യഭിചരിച്ചവനല്ല, അയാള് കള്ളു കുടിച്ചവനല്ല, അയാള് പലിശ വാങ്ങിച്ചവനുമല്ല. പിന്നെ ആരെന്നറിയുമോ? ആ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി എന്താ? ഭാര്യ പറഞ്ഞ മറുപടി എന്നെ കേൾക്കാനത്തെ പ്രബുല്ലമായ പടച്ചിറപ്പിന്റെ ഇട്ടത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിന് ഗോതമ്പ് കച്ചവടമായിരുന്നു. ഓരോ പ്രാവശ്യം ചന്തയിലേക്ക് ഗോതമ്പ് കൊണ്ടുപോകുമ്പോ ആ ഗോതമ്പ് നിറച്ച ചാക്കിന്റെ ഇടയിൽ തൂക്കം കൂടുതൽ കിട്ടാൻ അദ്ദേഹം ഗോതമ്പ് മണിയോളം വലിപ്പമുള്ള കല്ലുകളും ഇടാറുണ്ടായിരുന്നു. ഗോതമ്പാണോ കല്ലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അങ്ങാടിയിലേക്ക് ഗോതമ്പ് വെക്കാൻ പോകുമ്പോ ആ ഗോതമ്പ് മണിക്കിടയിലെ ചെറിയ ചെറിയ കല്ലുകൾ അദ്ദേഹം ശേഖരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആളുകളെ വഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കിയ ആളാ. എന്നെ കേൾക്കാനത്തെ വളവന്നൂരുള്ള കച്ചവടക്കാരാ, ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി ആ മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗ ഹഫർതുൽ അർള കുല്ലഹാ, ഈ ദുനിയാവ് മുഴുവനും അയാൾക്ക് വേണ്ടി ഖബർ കുടിച്ചാലും അതിന്റെ ഉള്ളിലെ തേളുകളും പാമ്പുകളും ഉള്ളെന്ന് പറയുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞാനും നിങ്ങളും അടക്കമുള്ളവരോട് ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്. വല്ലാഹി അഹ്മദ് കബീർ വഅദ് പറയാൻ വന്നതല്ല, നിങ്ങളെ ഉപദേശിക്കാൻ വന്നതല്ല. നൂറുകണക്കിന് വാഫികളുള്ള, നൂറുകണക്കിന് വഫിയകളുള്ള, നൂറുകണക്കിന് ഹാഫിളീങ്ങളുള്ള, നൂറുകണക്കിന് സയ്യിദന്മാരും ആലിമീങ്ങളും ഇരിക്കുന്നവരോട് അഹ്മദ് കബീർ വഅദ്കാരനല്ല, ഇതൊരു അലക്കുകാരന്റെ പ്രസംഗമാണ്, ഇതൊരു അലക്കുകാരന്റെ പ്രസംഗമാണ്. അലക്കുകാരൻ തുണി അലക്കുമ്പോ ആദ്യം കൈയാണ് വെളുക്കുക, പിന്നെയാണ് തുണി വെളുക്കുക. ഇതിവന്റെ കൈ വെളുക്കാനുള്ള പ്രസംഗമാണ്, പിന്നെ തുണി വെളുക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഭർത്താവ് ഹറാമിലൂടെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി നിന്നെ ആഡംബരത്തിന് കൂട്ടു നിൽക്കുമ്പോ ആ സമയത്ത് നിന്നെ ഭർത്താവിനോട് പറയണ്ടേ, കുല്ലുമാലിനെ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് മുളച്ചു വന്ന ഓരോ സമ്പത്തും അത് നരകത്തിന്റെ തീയാണ് കണക്കാക്കപ്പെടുക. ഒരു തുച്ഛമായ ലാഭത്തിന് വേണ്ടി കള്ളം പറയുന്ന, 10 രൂപക്ക് വേണ്ടി കള്ളം പറയുന്ന, 10 രൂപക്ക് വേണ്ടി വഞ്ചിക്കുന്ന, പടച്ചിറപ്പിന്റെ തൃപ്തി ആഗ്രഹിക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ വഞ്ചിച്ചാലും അല്ലാഹുവിനെ വഞ്ചിക്കാൻ കഴിയുമോ? ലഖത്താര ഹാദൽ ലൈലു വസ്വദ ജാനിബു വറഖനി അല്ലാ ഖലീലുൻ ഉലാദിബു മഖാഫാതു റബ്ബി വൽ ഹയാഉ യസുദ്ദുനി വയക്റാമു ബൈനി അൻ തനാലാ മുറാത്തിബു. പാതിരാ സമയത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് തന്റെ ഭർത്താവ് പട്ടാളത്തിൽ ഇരുന്നപ്പോ ഒരു സുന്ദരി പെണ്ണ് പാടിയ ഈരടിയാണ് ലഖത്താന ഹാദൽ ലൈലു വസ്വദ ജാനിബു വറഖനി അല്ലാ ഖലീലുൻ ഉലാദിബു.
ചുറ്റും കറുത്തു തമോമയമായിരു ചുറ്റുമൊരു വീതിയിലേകാകിയാണു ഞാൻ കൂട്ടിനു തോടനില്ലായകയാലന്മന കൂടു തുറന്നോ നിദ്ര പറന്നുപോയി ഈശ്വരൻ സത്യമാണ് ഈശ്വര ശിക്ഷകൾ ആശുഭയ കൂകിനാടുമീ കട്ടിലും ഈ രാത്രിയിൽ എനിക്ക് എന്റെ ഭർത്താവിന്റെ ചൂടറിയാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല രാത്രിയാണെങ്കിലും അവസാനിക്കുന്നുമില്ല ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മക്കയിലെ ചുറുതുള്ളുക്കുള്ള ചെറുപ്പക്കാരന്റെ കിടപ്പറയിൽ കിടക്കാത്തത് കൊണ്ടല്ല പക്ഷേ എന്റെ റബ്ബിനെ എനിക്ക് പേടിയാ എന്റെ അല്ലാഹുവിനെ എനിക്ക് പേടിയാ സ്വർണ്ണ കച്ചവടം നടത്തുമ്പോ തുണി കച്ചവടം നടത്തുമ്പോ സ്ഥല കച്ചവടം നടത്തുമ്പോ എന്റെ മക്കളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ആമാശയത്തിലെ ഹറാമ രേഖപ്പെടുത്താ ഞാനില്ല കാരണം എന്തെന്നറിയോ ഇന്നമായ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസലൂന സഈറാ അല്ലാഹു പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഹറാമിന്റെ ഒരു തുള്ളി ഹറാമിന്റെ ഒരു തുള്ളി 1 കോടി വിഴുങ്ങണ്ട 10 കോടി വിഴുങ്ങണ്ട 50 ലക്ഷവും വിഴുങ്ങണ്ട ഹറാമിന്റെ ഒരു തുള്ളി മിസ്കാലു ദർറ ആമാശയത്തിന്റെ ഉള്ളിൽ പോയാൽ എവിടെയാ പോവുക ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ആ ഖബർ പറ ഉസ്താദ് അതാകുമ്പോ പിന്നെ പോയാ പോരാ കച്ചവടം പറയരുത് അതിഷ്ടപ്പെടില്ല ഖബർ പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം മരിച്ചിട്ട് പോയാ പോരെ റിലയൻസ് സാമ്രാജ്യത്തിന്റെ അധിപൻ ധീരുഭായ് അംബാനിക്ക് പത്മഭൂഷൺ കൊടുത്തു പത്മഭൂഷൺ അല്ലേ കൊടുത്തു എന്തിന് മരണാനന്തര ബഹുമതി എന്ത് കാര്യം അയാൾ മണ്ണിന്റെ അടി പോയി അയാൾക്ക് കാണാൻ പറ്റും ഇപ്പൊ റിപ്പബ്ലിക് ഡേയിൽ ധീരുഭായ് അംബാനിക്ക് പത്മഭൂഷൺ കൊടുത്തു അയാൾ മണ്ണിന്റെ അടിയിൽ പോയിട്ട് കൊടുത്തു അയാൾക്ക് കാണാൻ പറ്റും അയാൾ ജീവിച്ചിരിക്കുമ്പല്ലേ കൊടുക്കണം മരണാനന്തര ബഹുമതിക്ക് എന്ത് കാര്യം അതുകൊണ്ട് ഖബർ പറ മരിച്ചു കഴിഞ്ഞിട്ട് കണ്ടാ മതിയല്ലോ കച്ചവടം പറയരുത് സാമ്പത്തിക കാര്യം പറയരുത് സക്കാത്തിന്റെ കാര്യം പറയരുത് എന്റെ പൊന്നുമോനെ അല്ലാഹു പറയുകയാണ് ഓരോ കച്ചവടക്കാരനോടും കച്ചവടത്തില് ഹറാമ ചെയ്യുന്നവനോട് കച്ചവടത്തില് കൃത്രിമം കാണിക്കുന്നവനോടും അല്ലാഹു പറഞ്ഞു നിനക്ക് എയ്ഡ്സ് വരുമെന്നല്ല എടാ നിനക്ക് എബോള വരുമെന്നല്ല എടാ നിനക്ക് ക്യാൻസർ വന്നിട്ട് പുടുത്തു നാറുമെന്നല്ല പാവപ്പെട്ടവനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവനോട് അല്ലാഹു പറഞ്ഞു നിനക്ക് ക്യാൻസർ വരുമെന്നല്ല പാവപ്പെട്ടവനെ പറ്റിക്കുന്നവനൊക്കെ ക്യാൻസർ വന്നിരുന്നെങ്കിൽ എത്രയോ ആളുകൾ അതുകൊണ്ട് നിറയുമായിരുന്നു പിന്നെ ഒരാളത് ചെയ്യുമായിരുന്നില്ല പക്ഷെ അല്ലാഹു അവരോടൊക്കെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലൂ അലന്നാസി യസ്തൗഫൂൻ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവനാണ് നാളെ വൈലെന്ന നരകം കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവനാണ് ഒരൽപ്പം ഹറാമിയതിനാളുടെ ഹൃദയത്തിന്റെ ഒരാളുടെ ആമാശയത്തിന്റെ ഉള്ളിൽ ചെന്നോ അവന്റെ ആമാശയത്തിൽ അവൻ ഭക്ഷണമല്ല തിന്നടേ ഹറാമ് കൊണ്ട് സമ്പാദിച്ചവൻ തിന്നതെല്ലാം തീയാണ് നാളെ അവന് സൈറെന്ന് കത്തിക്കാളുന്ന നരകത്തിലാ എന്റെ പൊന്നുമോനെ ഏതാ സൈറെന്നറിയോ സൈറെന്നാണ് നരകത്തിന്റെ പേര് നരകമെന്ന സൈറിന്റെ പ്രത്യേകത അറിയോ നരകവാസികൾ ഏറ്റവും നിലവിളിക്കുന്നത് സൈറെന്ന നരകത്തിലാ ഓരോ നരകത്തിന് നിലവിളിയുണ്ട് എന്നാലും ഗതി കിട്ടാതെ പേടിച്ചേറ്റവും നിലവിളിക്കുന്നത് സൈറിലാ ഇതൊന്ന് മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നതല്ല ലാ തദുൽ യൗമ വാഹിദൻ വദഉ സുബൂറൻ കസീറാ ലാ തദുൽ യൗമ വാഹിദൻ വദഉ സുബൂറൻ കസീറാ ഒരു നിലവിളി കൊണ്ട് അവസാനിക്കില്ലടാ തമ്മാടി വദഉ സുബൂറൻ കസീറാ ഇവിടെ കിടന്ന് നീ അവസാനം വരെ നിലവിളിച്ചാലും നിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ലെന്ന് മലക്കുകളെ ശാപം പറയുന്ന നരകമാണ് സൈർ എന്ന നരകം അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ആമീൻ പറ മനുഷ്യന്മാരെ അല്ലാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ
അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇംതിസാലു അവാമിരില്ലാഹി തആല, അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. ഇതിന്റെ ഏറ്റവും അവസാനം വിശദീകരിച്ചു പറയാൻ സമയമില്ല. ഇതിന്റെ ഏറ്റവും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്നതിന്റെ അവസാനത്തെ ചോദ്യം ഇത് മാത്രം ചെയ്താൽ മതി. ഏത് കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ഇതെന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിന്തിച്ചൂടെ? മനസ്സിലാവണില്ലേ പറയണത്? എനിക്ക് സമയമില്ല ഇടയ്ക്ക് വർത്താനം പറയാൻ. ഉസ്താദ് ഒത്തിരി വാഴ്ന്നു പറയേണ്ട ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഇതെന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടപ്പെട്ടതല്ലയോ? ഇഷ്ടപ്പെട്ടതല്ല എന്ന് ഉറപ്പ് വന്ന മാറിയേക്ക. അതാണ് ഈമാൻ. ഇതാണ് ഔലിയാക്കളുടെ ഒന്നാമത്തെ ഗുണം. ഇതാണ് ഔലിയാക്കളുടെ ഒന്നാമത്തെ ഗുണം. അതുകൊണ്ടാണ് കേരളം കണ്ട മഹാനായ ഔലിയാക്കളുടെ നേതാവ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഒരാൾ കൊണ്ടുപോയി പൈസ കൊടുത്തപ്പോ ഇത് വേണ്ടാന്ന് പറഞ്ഞ് മാറിക്കൊടുത്തന്നെ വറല്ലാഹു മർക്കദ. അയാൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആളാണ്. കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചു കൊടുത്തു. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന് വറല്ലാഹു മർക്കദ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതെന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണ്. ആ പൈസ കൊള്ളാമോ? ഈ കച്ചവടം കൊള്ളാമോ? ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോ, മക്കളുമായി ബന്ധപ്പെടുമ്പോ ഭാര്യ അടിക്കാൻ വേണ്ടി പോയി, അടിക്കാൻ വേണ്ടി കൈവെക്കുമ്പോ ഓർക്കണം, ഇതെന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ? ഇതെന്റെ മുത്തനബിക്ക് ഇഷ്ടപ്പെട്ടതാണോ? ചിന്തിക്കണം. ഭാര്യ അടിക്കാൻ വേണ്ടി കൈവെക്കി, അപ്പോൾ നീ തിരുമദിയിലെ ഹദീസ് ഓർക്കണം. 10 ഭാര്യമാരുണ്ടായിട്ടും മരണം വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ കൈകൊണ്ട് നടിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന ഹദീസ് ഓർക്കണം. അപ്പൊ ഞാൻ എന്റെ ഭാര്യ അടിക്കണത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ല, മുത്തനബിക്ക് ഇഷ്ടപ്പെട്ടതല്ല, മാറണം. ഇത് ഏറ്റവും താഴ്ത്ത പടിയാ ഞാനീ പറയാം. അത് ഉസ്താദെ ഭാര്യ എന്നെ തെറി വിളിച്ചു. ഭാര്യ നമ്മളെ നന്നായിട്ട് തെറി വിളിച്ച എന്ത് ചെയ്യണം? ഭാര്യ വല്ലാതെ വാക്ക് വെച്ചിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ, വല്ലാതെ ഒക്കത്തെ ശബ്ദം ഇട്ട് സംസാരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാര്യ ഭയങ്കര ശബ്ദത്തിൽ നമ്മളോട് തട്ടിക്കേറുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പം മിണ്ടാണ്ടിരിക്കണം. എന്താന്നറിയോ? നന്നായിട്ട് ഇടി വെട്ടുമ്പോ മെയിൻ സ്വിച്ച് ഓഫാക്കലാണ് ബുദ്ധി. അല്ലെ, നന്നായിട്ട് ഇടി വെട്ടുമ്പോ ഉമ്മമാരെന്ത് പറയും? മോനെ മെയിൻ സ്വിച്ച് ഓഫാക്കാൻ പറയും. കാരണം നാശനഷ്ടം കുറയും. ഏത് കാര്യം എടുക്കുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കർമ്മപദത്തിലുള്ളതാണ്. ഇനി രണ്ടാമത്തേത് മറ്റൊന്നുമല്ല. രണ്ടാമത്തേത് സുമ്മസ്തഖാമൂ, പിന്നീട് ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും ചെയ്യുക. ഇസ്തിഖാമത്തോടെ ജീവിക്കുക. എന്താ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഫസ്തഖിം കമാ ഉമിർത. സൂറത്ത് ഹൂദിലാണ് ഈ ആയത്തുള്ളത്. നബിയേ, അല്ലാഹു എങ്ങനെ ജീവിക്കാനാണോ അങ്ങയോട് പറഞ്ഞത് അങ്ങനെ ജീവിക്കണേ നബിയേ. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബി തങ്ങളുടെ കറുത്തിരുന്ന രോമങ്ങൾ പോലെ നരച്ചുപോയി. ഉദന്ന സൂറ താഴ്ന്നരച്ചു നബിയുന, അതിനാലെ തന്നെ കരഞ്ഞു പോയി ഷഫീഉന. കൽപ്പിച്ച പോലെ നടക്കി നബിയേ എന്ന നാഥന്റെ കൽപ്പനയാണ് കാരണമെന്ന നബിയേ ഫസ്തഖിം കമാ ഉമിർത. എങ്ങനെ അല്ലാഹു ജീവിക്കാൻ പറഞ്ഞു അതേപോലെ ജീവിക്കണേ നബിയേ. ഇസ്തിഖാമത്തുണ്ടാവണേ നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇന്നിവിടെ എത്തിയവരോട് എനിക്ക് ഇന്നത്തെ ഈ സദസ്സിന്റെ സന്ദേശമായി പറയാനുള്ളത് ഇതാണ്. ജീവിതത്തിൽ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോയാൽ മുസ്ലിമായി മരിക്കാൻ കഴിയുകയില്ല. മുസ്ലിമായി ജനിച്ചാലും മുസ്ലിമായി ജീവിച്ചാലും എത്ര വലിയ വിലായത്തിന്റെ പദവിയിലെത്തിയാലും ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഒരാൾക്ക് പിന്നെ മുസ്ലിമായി മരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ഉറക്കെ പറയുന്ന അല്ലാഹുവേ, ഇത് കേരളത്തിലുടനീളം ദിക്ർ ഹൽക്ക നടത്തിയ ദിക്ർ മജ്ലിസ് നൽകിയ ശൈഖുനാ
ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ബറക്കത്തുള്ള സ്ഥാപനത്തിന്റെ തിരുമുറ്റത്തിലാണ്. അല്ലാഹുവേ, മരിക്കുന്ന സമയം എവിടെ കിടന്നു മരിച്ചാലും അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് ഇസ്തിഖാമത്തോടെ മരിക്കാ. ഞങ്ങളുടെ നാവിൻ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹ്. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുസ്ലിമായി അവസാനത്തെ വാക്കെന്താവണം? അവസാനത്തെ വാക്കെന്താവണം? ഇനി ഞാൻ ഒരു കാര്യം പറയാവേ. പറയില്ല ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറയണമെന്നുള്ള ബോധ്യത്തോടെ ഇപ്പൊ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോ ഉറക്കെ പറഞ്ഞവരൊന്ന് കൈവക്കി. പറഞ്ഞവരെ പൊക്കമില്ലാത്തൊരു പൊക്കല്ലേ? അപകടമാണ്. പൊക്കാത്തവരാരും ഇല്ലേ? താഴ്ത്തി. ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാൻ പറഞ്ഞ വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഈ വാക്കിന്റെ പ്രത്യേകത? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട മെസ്സേജ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലേത് ആഗ്രഹമുണ്ടെങ്കിലും അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണല്ലോ ഹബീബായ നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ചു തിരിച്ച് നമസ്കരിക്കുമ്പോഴും മസ്ജിദുൽ ഹറാം ഖിബലയാക്കണമെന്ന് നബിയുടെ മനസ്സിൽ ആഗ്രഹമാ. അങ്ങനെ ഒരു ആഗ്രഹം ചോദിക്കാതെ തന്നെ ഹബീബായ നബി തങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഉറപ്പായപ്പോ ഒരു ലോഹർ നമസ്കാരത്തിന് അസ്ർ നമസ്കാരത്തിന് ഇരിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, അത്ര നബിയേ, ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. അങ്ങക്ക് ആഗ്രഹമാണെങ്കിൽ മസ്ജിദുൽ ഹറാമെ ഖിബലയാക്കിക്കോ നബിയേ. അങ്ങനെയാണ് രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞത്. ഹബീബായ നബി തങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെന്ന് അല്ലാഹു തോന്നിയാ മതി. അല്ലാഹു ഇത് ചോദിക്കുന്നതിന് മുമ്പേ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളവന്നൂരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞവരോടും പറയാത്തവരോടും ഹബീബായ നബി തങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അല്ലാഹു നടപ്പാക്കി കൊടുക്കാത്ത ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. 63ാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിട്ട് അല്ലാഹു നടപ്പാക്കി കൊടുക്കാത്ത ഒരേ ഒരു ആഗ്രഹമേടാ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബിന്റെ ഹിദായത്താ. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലഘട്ടത്തിൽ തന്നെ പോറ്റി വളർത്തിയ അബൂ താലിബ്, ആ അബൂ താലിബ് മുസ്ലിമായി മരിക്കണം. നാളെ അബൂ താലിബ് സ്വർഗത്തിലെത്തണം. ഹബീബായ നബി തങ്ങൾക്ക് വലിയ ആഗ്രഹമാ. ഓരോ പ്രാവശ്യവും തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബിന്റെ അടുക്കൽ പോയിട്ട് പറയും, കൊച്ചാപ്പ പറയൂ, കൊച്ചാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ വില നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാ അല്ലാഹുവിന്റെ റസൂൽ പല പ്രാവശ്യം പറഞ്ഞിട്ട് അബൂ താലിബ് പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പ്രാവശ്യം പറയാമെന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ അറിയാതെ പറഞ്ഞ് മുസ്ലിമായില്ലേ. അവസാനം അബൂ താലിബ് മരണശൈലിയും മരണാസന്നനായി കിടക്കുമ്പോ ഹബീബായ നബി തങ്ങള് ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, കൊച്ചാപ്പ അങ്ങ് മരിക്കാൻ പോവുകയാണ്. ഇനി അവസാനത്തെ സക്കറാത്തിന്റെ അവസ്ഥയിലാ. ഒന്ന് പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അബൂ താലിബ് സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ അവസാനത്തെ ശ്രമം എന്നോട് അബൂ താലിബിന്റെ അടുക്കലേക്ക് ചുണ്ടിലേക്ക് തന്റെ ചെവി ചേർത്ത് വെച്ചിട്ട്, കൊച്ചാപ്പ ആരും കേക്കണ്ട, എന്റെ ചെവിയിലൊരൊറ്റ പ്രാവശ്യം പറഞ്ഞാ മതി, എന്നെ ഇത്രയും നാള് പോറ്റ് വളർത്തേണ്ട കൊച്ചാപ്പ നരകത്തീന്ന് രക്ഷപ്പെടുമല്ലോ, നരകത്തീരെ തീന്ന് രക്ഷപ്പെടുമല്ലോ. അതുകൊണ്ട് എന്റെ ചെവിയിൽ ആരും കേക്കാടൊന്ന് പറഞ്ഞാ മതി. അപ്പോഴാണ് അബൂ താലിബ് പറഞ്ഞത്, മുഹമ്മദേ ولقد علمت بأن دين محمد من خير أديان البرية دينا لولا الملامة أو حدار مسبتي لوجدتني سمحا بذاك مبينا والله لن يصلوا إليك بجمعهم حتى وسدا.
ഹത്താ ഉവസ്സിദ ബിത്തുറാബി ദഫീനാ. ഞാൻ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാക്കൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഖുറൈശികള് പറയും അബൂതാലിബ് ഭീരുവാണ്. ഖബറിനെ പേടിച്ചിട്ട്, നരകത്തെ പേടിച്ചിട്ട് അബൂതാലിബ് ഇത് പറഞ്ഞു. തന്നെ മരണശേഷം അവരെ പറയുന്നതിന് കിട്ടമല്ല മോനെ. അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ ചുണ്ടിലേക്ക് ചെവിതേത്ത് വെച്ചിട്ട് അവസാനം മുത്തുനബി പറഞ്ഞു, കൊച്ചാപ്പാ ഒന്നൊറ്റ പ്രാവശ്യം പറഞ്ഞാ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ജിബ്രീൽ പറഞ്ഞത്, വേണ്ട നബിയേ വേണ്ട, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അങ്ങ് ആഗ്രഹിക്കുന്നവരെ കൊണ്ട് ഞാനത് പറയിപ്പിക്കില്ല നബിയേ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ 1000 വട്ടം ഒന്ന് പറയാൻ പറഞ്ഞിട്ട് അബൂ താലിബിന് പറയാൻ കഴിയാത്ത മാനായ ലൂത്ത് നബി തന്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ ഒന്ന് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവര് പറയാൻ കഴിയാത്ത, നൂഹ് നബിയുടെ മകന് പറയാൻ കഴിയാത്ത ആ ഒരു വാക്കാണ് മുഹമ്മദ് കബീർ ഒരു പ്രാവശ്യം എന്ന് പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് അതെല്ലാവരുടെ നാവ് കൊണ്ട് പറയാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് ഉറക്കെ പറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉറക്കെ പറ. ഇനി വാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഉറക്കെ പറ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂലിന്റെ കൊച്ചാപ്പയെക്കാളേറെ, നൂഹ് നബിയുടെ മകനേക്കാളേറെ, ലൂത്ത് നബിയുടെ ഭാര്യയെക്കാളേറെ പടച്ചറപ്പിനിട്ട മുഹമ്മദ് കബീറിനോടാണ് വളവന്നൂർ ബാഫക്കി യത്തീങ്ങാനയുടെ മുമ്പിലിരുന്നിട്ട് ഈ പറഞ്ഞ ആളുകളോട് അള്ളാന്റെ റസൂലിന്റെ കൊച്ചാപ്പയേക്കാൾ, നൂഹ് നബിയുടെ ഭാര്യയേക്കാൾ, ലൂത്ത് നബിയുടെ ഭാര്യയേക്കാൾ അള്ളാഹുവിനിട്ടം എന്നോട് നിങ്ങളോടുമാണ്. അതല്ലേ എന്റെ അർത്ഥം? അതല്ലേ എന്റെ അർത്ഥം? അങ്ങനെയല്ലേ? എന്നാ ഉറക്കം ഒന്നോട് പറയല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യന്മാരെ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട. ഞാൻ അരമണിക്കൂർ പറയാൻ വന്നാളെ ഇപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞത്. ഞാൻ ഇതിന്റെ ഒരു ബറക്കത്തിന്റെ പേര് അങ്ങനെ നിൽക്കാണ്. ഞാൻ 18 വർഷത്തിനിടെ ഞാൻ 20 പ്രസംഗിച്ച് ആകെ 4 സദസ്സേ ഉണ്ടായിട്ടുള്ളൂ. എന്തേലും ഒരു ആഫിയത്തുണ്ട് ഞാൻ എഴുന്നേറ്റ് ഇന്ന പ്രസംഗിക്കും. ഇപ്പൊ ഇരുന്നപ്പോ എനിക്ക് തോന്നുന്നു ഇതാ സുഖം. ഇനിയിപ്പോ ഇരുന്ന പ്രസംഗിക്കും. ഒരു ഇരുന്ന് നമുക്കൊരു സുഖം തോന്നൂല്ലോ. അപ്പൊ പണ്ട് ടൗണിൽ പോകാൻ വേണ്ടി ബസ്സിൽ കയറാൻ വേണ്ടി 4 രൂപയായിട്ട് വന്നു. ഇറങ്ങിയപ്പോ ഒരു പടത്തൊലി കിടന്നു. അതുമേ ചവിട്ടിയിട്ട് ഒരു 1/2 കിലോമീറ്റർ ഒക്കെ തന്നെയങ്ങ് പോയി. അപ്പൊ എഴുന്നേറ്റിട്ട് അവൻ പറയാം, 10 പടത്തൊലി ഇതുപോലെ ആരെങ്കിലും ഇട്ടെങ്കിൽ ഫ്രീ ആയിട്ട് ടൗണിൽ എത്തായിരുന്നു. ഒരു സുഖം കിട്ടിയാ പിന്നെ അങ്ങനെയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി നമ്മുടെ ലക്ഷ്യമേതാ? നമ്മുടെ അവസാനത്തെ വാക്കേതായിരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ അവസാനത്തെ വാക്കിതായിരിക്കണം. അസ്റായീൽ വന്ന് റൂഹ് പിടിക്കുമ്പോ, ഭാര്യ മക്കള് നമ്മുടെ ചാരത്തിലെന്ന് പൊട്ടിക്കരയുമ്പോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ഖലൽ ജന്നാ. ആരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ, ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരാളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് സ്വർഗ്ഗമുറപ്പാ. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന സമാനതയില്ലാത്ത പണ്ഡിത പ്രസ്ഥാനത്തെ ലോകത്ത് സമർപ്പിച്ച മഹാനായ ശംസുൽ ഉലമ സ്വർഗ്ഗത്തിലാണെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുക. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുല്ലാ മുഹമ്മദ് സാഹിബിന്റെ ഉടമസ്ഥതയിലുള്ള ഫാത്തിമ ഹോസ്പിറ്റലിന്റെ റൂമിൽ കിടക്കുമ്പോ അടുത്തിരുന്ന അലവിക്കുട്ടി ഷാജിയോട് പറഞ്ഞു, ഖുർആൻ ഓതി യാസീൻ ഓതാൻ തുടങ്ങി. യാസീൻ ഓതിക്കൊണ്ടിരിക്കുക
മക്കളെ, പള്ളിയിൽ നിന്ന് മുഅദ്ദിന്റെ ബാങ്ക് മുഴങ്ങി. ഓരോ വാക്കിനും ആശുപത്രി കിടക്കയിലിരുന്ന മറുപടി പറഞ്ഞ് അവസാനം ബാങ്കിന്റെ അവസാനത്തെ പദമെത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ശംസുൽ ഉലമാ നൂറല്ലാഹു മർക്കദ ഉറക്കെ പറഞ്ഞു പത്രേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ശംസുൽ ഉലമായുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് വന്നിട്ടില്ല. വാഖീറു അൽഫാൽ അദാനി മുഖാരിനു ബിഔഫാസിൽ ഉഖറൽ ലതി ലം തുഅഖബി. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പോയാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഉറപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നെ കേൾക്കാനെത്തിയവരോട് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന വടവൃക്ഷത്തിന്റെ തണലിന്റെ ഉള്ളിൽ കൂടുകൂട്ടിയൊരു മനുഷ്യൻ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ ഈ ദുനിയാവെന്ന് വിട പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, വാഴക്കാട് ഗ്രാമത്തിലേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മഹാനായ ഒരു മനുഷ്യനെ മരത്തിക്കിടത്തേണ്ട്. അവസാനം 10,000-കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാമെന്ന് മയ്യത്തെടുക്കാൻ സമസ്തയുടെ ആലിമീങ്ങൾ നോക്കിയിട്ട് പറ്റുന്നില്ല. അവസാനം മൈക്കിലൂടെ മയ്യത്ത് നമസ്കാരം നിർത്തിവച്ചിരിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് ചെയ്ത ഒരു ജനാസ നിസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെയെന്നറിയോ? പ്രശസ്തമായ ചരിത്രപ്രകാരം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത വാഴക്കാട് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നൂറല്ലാഹു മർക്കദ നിസ്കരിക്കാൻ ആളുകൾ നാടിന്റെ നാനാഭാഗത്തുനിന്ന് വന്നിട്ട് ഇല്ല മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ചു. മയ്യത്തടക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും 10,000-കണക്കിന് ആളുകളെ നിസ്കരിച്ചു. ഞാനെന്ന് ചോദിക്കട്ടെ, ഫോട്ടോഷോപ്പ് നടത്തിയിട്ട് ആയിരങ്ങളെ ലക്ഷങ്ങളാക്കി പരസ്യ പ്രചാരണം നടത്തുന്ന അഭിനവകാര സമൂഹത്തോട് ചോദിക്കുകയാ, ഇത് ഫോട്ടോഷോപ്പ് അല്ല, ഇത് വെട്ടിച്ചേർത്തതല്ല, മയ്യത്ത് നിസ്കാരം നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് ഈ സമസ്തക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസയുടെ മുമ്പിലാണെങ്കിൽ ഞാൻ ഖുർആനിലെ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനാണ് ഇത് പറയാ. പൊന്നുമോനെ, താൻ നട്ടു വളർത്തിയ പ്രസ്ഥാനത്തിന്റെ വാർഷികത്തിന് സ്വാഗതം പറയാൻ ഇറങ്ങിപ്പോകുമ്പോ ഭാര്യയോട് പറഞ്ഞ് വെളുത്തവര് തോത്തുമുണ്ടെടുത്തതാ. എന്തിനായിതെന്ന് ചോദിക്കുമ്പോ എടുത്തതാ. വെളുത്ത തോത്തുമണ്ണ് വാങ്ങിച്ചിട്ട് അരയിൽ കെട്ടി താൻ നട്ട് നനച്ച് വളർത്തിയ പ്രസ്ഥാനത്തിന് വന്ന സുവർണ ജൂബിലിക്ക് വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുവർണ ജൂബിലിക്ക് വേണ്ടി വന്ന 12 ലക്ഷത്തോളം ആളുകൾക്ക് സ്വാഗതം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ശരീരം കുടഞ്ഞിട്ട് വയ്യാതായി ആംബുലൻസിൽ പാഞ്ഞു പോകുമ്പോ ആ സ്റ്റേജിൽ നിന്നും വാടിയ ചന്താമരത്തുണ്ട് പോലെ വലത്തോട്ട് തിരിഞ്ഞിട്ട് ആംബുലൻസിൽ പാഞ്ഞു പോകുമ്പോ അവിടെ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് ആ പ്രിയപ്പെട്ട മനുഷ്യൻ മന്ദസ്മിതം പോകി മടിത്തട്ടിലേക്ക് മയങ്ങി വീഴുമ്പോ മരിച്ച ആളുടെ താട കെട്ടിവെക്കാൻ തുണി അന്വേഷിക്കവേ മയ്യത്തിന്റെ അരയിൽ കിടന്ന വെള്ളത്തുണി ആ വെള്ളത്തുണി കീറിയെടുത്തിട്ട് താട കെട്ടിവെച്ചപ്പോ ആരാന്നറിയോ? 3 ദിവസം മുമ്പ് സമ്മേളന നഗരിയിൽ താൻ നട്ട് നടച്ച പ്രസ്ഥാനത്തിന് വേണ്ടി പറയാൻ ഇറങ്ങിപ്പോകുമ്പോ വാങ്ങിച്ച് അരയിൽ കെട്ടിയ വെള്ളത്തുണി 3 ദിവസം മുമ്പേ മരിക്കുമെന്നുറപ്പിച്ച് താട കെട്ടാനുള്ള വെള്ളത്തുണി അരയിൽ കെട്ടിയ ഇറങ്ങിപ്പോയ മഹാനാണ് മഹാനായ കെട്ടി മാനു മുസ്ലിയാർ നൂറല്ലാഹു മർക്കദ. കോഴിക്കോട് കടപ്പുറത്ത് ആ മാന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോ 8 ലക്ഷത്തിന് സ്വാഗതം പറയേണ്ട ആൾക്ക് 80 ലക്ഷം മലക്കുകളെ സ്വാഗതം പറഞ്ഞില്ലയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഔലിയാക്കളും കറാമത്തും പറഞ്ഞ അത് പറയാൻ സമസ്തയുടെ ആലിമീങ്ങളുടെ കറാമത്ത് പറഞ്ഞു തീരില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഈ പണ്ഡിത പടയണിയുടെ പുറകിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഇസ്തിഖാമത്തോടെ ജീവിക്കാൻ കഴിഞ്ഞ ഒരു നേർപ്പാത പടച്ചറപ്പ് നമുക്ക് വിരിച്ചു തന്നിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അതിന്റെ പുറകിൽ നിന്ന് ഒരാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ വിട പറഞ്ഞു പോയിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരു പാതയുള്ളപ്പോ പിന്നെ നമ്മൾ വേറൊന്നിനെന്തിനാ നോക്കുക?
നമ്മൾ എന്തിനാ നോക്കുക? നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറേക്കാണ്. തെറ്റി. വെളിച്ചം വരുന്നത് കിഴക്ക് നിന്നാണ്. നമ്മൾ നോക്കുന്നത് പടിഞ്ഞാറോട്ടാണ്, പക്ഷേ തെറ്റി. വെളിച്ചം വരുന്നത് കിഴക്കാണ്. സൂര്യൻ ഉദിക്കുക, വെളിച്ചം കിഴക്ക് നിന്നാണ് വരുന്നത്. കിഴക്ക് സൂര്യൻ ഉദിച്ചു നിന്നിട്ട് പടിഞ്ഞാറിന്റെ അന്ധകാരത്തിലേക്ക് നോക്കിയ മനുഷ്യ, നിനക്ക് തെറ്റിപ്പോയി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു അവസാനം യഥാർത്ഥത്തിൽ ഒരാള് 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2 ലക്ഷം അക്ഷരങ്ങൾ പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 2 മണിക്കൂർ കൊണ്ട് അഹമ്മദ് കബീർ 2 ലക്ഷം അക്ഷരം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഈ നാവിലൂടെ 2 മണിക്കൂറാവുന്നു. 2 ലക്ഷം അക്ഷരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസവും പ്രസംഗത്തിന് മാത്രം 3 ലക്ഷം അക്ഷരം പറയുന്ന അഹമ്മദ് കബീറെ, നിനക്കറിയുമോടാ, മരിക്കുന്ന നേരത്ത് നിന്റെ റൂഹ് തൊണ്ടക്കുടിയിലെത്തി നിൽക്കുമ്പോ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖു വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. നിന്റെ തൊണ്ടക്കുടിയിൽ റൂഹത്തി നിൽക്കുമ്പോ 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം അക്ഷരം പറഞ്ഞവനെ, 24 അക്ഷരം നിനക്ക് മരണസമയത്ത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഏതാ 24 അക്ഷരം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങകലെ മമ്പാട് ഒരു ഔലിയ ഉണ്ടായിരുന്ന ഒരു മസ്താൻ. അയാൾ എപ്പോഴും പാട്ടുപാടി നടക്കും. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ പത്തിരിയും ചാറ തിന്നാൻ തൗഫീഖ് താജബ്ബാറ. ഇതാണ് ഔലിയാക്കൾ. നമ്മുടെ ഈ മമ്പാട്, നമ്മുടെ ഈ അവിടെ ഒരു മസ്താൻ ഉണ്ടായിരുന്നു. ആ മസ്താൻ അയാൾ എപ്പോഴും പാട്ടുപാടും. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ പത്തിരിയും ചാറ തിന്നാൻ തൗഫീഖ് താജബ്ബാറ. ആളുകൾ പറയും ഇയാള് ശാപ്പാട്ട് രാമനാണ്, എപ്പോഴും പത്തിരി ചാറൊടിച്ച് തിന്നുന്ന കഥയെ പറയാറുള്ളൂ. എടാ പച്ച പൊട്ട, നിന്റെ കണ്ണിനതേ തിരിയൂ. ഖുലൂബുൽ ആരിഫീന ലഗായുനു തറാമാലായ റാഹുന്നാദിറൂന. എടാ പച്ച പൊട്ട പൊട്ടി, നിനക്കതേ തെരിയൂ, പക്ഷെ ഇവരുടെ കണ്ണുകളതല്ല. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നോട്ടത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അവരല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് നോക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആളുകൾ പറഞ്ഞു ഇയാള് പത്തിരിയും ചാറും തിന്നാൻ നടന്നതാണ്. പക്ഷേ സഹോദരങ്ങളെ, സഹോദരിമാരെ, അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ. മമ്പാടെന്ന് പറഞ്ഞാൽ നിലമ്പൂര് മമ്പാടല്ല. മമ്പാടെന്ന് പറഞ്ഞാൽ ഉമ്മാടെ മടിത്തട്ട്. മണ്ണാർക്കാട് വരെ പാലക്കാട് മണ്ണാർക്കാടല്ല. മണ്ണാർക്കാടെന്ന് പറഞ്ഞാൽ പള്ളിക്കാട്, മണ്ണിന്റെ കാട് പള്ളിക്കാട്. മമ്പാട് മുതൽ മണ്ണാർക്കാട് വരെ, ഉമ്മാന്റെ മടിത്തട്ടിൽ മുതൽ പള്ളിയുടെ കാട്ടിലെത്തുന്നത് വരെ പത്തിരിയും ചാറ 10 20 20 20 എത്രയാ? ഞാൻ ബുഖാരി ഓതാം. 20 ചാറ 4 ഉറുദുവാണ്. ചാറ 4 അപ്പൊ ഉറുദുവായിട്ട് മുസ്ലിയാർ അങ്ങനെ തൗവീൽ ചെയ്തു. പച്ചപ്പൊട്ട കേരളത്തിൽ വന്ന് മുറ്റവാറും ഔലിയാക്കളൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവനാണ്. ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ ശക്കർഗഞ്ചി എന്ന് വന്ന ആളാണ്. ഉത്തർപ്രദേശിലെ ശക്കർഗഞ്ച്, അവിടെ നിന്ന് വന്ന ആളാണ്. ഉറുദു ഭാഷയുടെ സ്വാധീനമുണ്ട്. പത്തിരിയും ചാറ 2 10 20 ചാറ 4 20 4 24. ഉമ്മാടെ മടിത്തട്ടിൽ ജനിച്ചു വീണത് മുതൽ പള്ളിക്കാട്ടിൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്നത് വരെ പത്തിരിയും ചാറ 24 അക്ഷരം പറയാൻ തിന്നാൻ തൗഫീഖ് താജബ്ബാറ. ആ 24 അക്ഷരം പറയാ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പാടി നടന്ന ഔലിയാക്കൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും മരിക്കാൻ ഞങ്ങളുടെ ഈ നാമിനെ നീ കഴിവ് നൽകണേ അല്ലാഹ്. സക്കറാത്തിന്റെ വേദനയിൽ ഞങ്ങൾ പെടയുമ്പോ, ശരീരം മുഴുവൻ വേർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോ, കലിമ പറയാ ഞങ്ങളെ നാവ് പൊന്തിക്കുമ്പോ ഞങ്ങളുടെ നാവിനെ നീ തളർത്തല്ലേ അല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരിച്ചു പോയാൽ ഖബറെടുക്കുമല്ലോ റബ്ബേ, വാരിയല് പൊടിയുമല്ലോ റബ്ബേ, മുൻകറിന് കീറും ദണ്ട് കൊണ്ട് അടിച്ചു താഴ്ത്തുമല്ലോ റബ്ബേ, നരകത്തിന്റെ തീജ്വാല ഖബറിൽ വരുമല്ലോ റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ആ 24 അക്ഷരം പറഞ്ഞിട്ട് മരിക്കാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയായിട്ട് ജീവിച്ചാക്ക് കഴിഞ്ഞില്ല. അടുത്ത ഔലിയുടെ കറാമത്ത് ഞാൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞ കഥയാണ്, രസകരമായ കഥ. ലോകത്തിലെ കൊടികൊട്ടി ഔലിയ, നമ്മൾ പറയില്ലേ ചത്ത കൊടിനെ പറപ്പിച്ച ഔലിയാണ്, ആ ഔലിയാക്ക് ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റിയില്ലെന്ന് ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് പറയാൻ കഴിയണം, നാവ് കുഴഞ്ഞു പോകാതിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ നീ ഇത് പറയിപ്പിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇത് ചാപ്പന, ആ മനുഷ്യന്റെ കഥ പറഞ്ഞ് നമുക്ക് പിരിയാം. ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു, ഇതിന് റിസീവർ ഇല്ല, പിരിവുകാരില്ല, ഒന്നുമില്ല, തരണ്ടവർ ഇങ്ങോട്ട് വന്നോളൂ. ആരവങ്ങളില്ല, പരസ്യ ബോർഡുകളില്ല, 10,000 ഇവിടേക്ക് എത്തും. ഈ ബാഫക്കി യത്തീംഖാനയിലേക്ക് സദക്ക നേർച്ചയാക്കി കൊണ്ടുവന്നവരുണ്ട്. ഈ മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും, അതിലേക്ക് നിങ്ങൾ സദക്കകൾ നിക്ഷേപിക്കുക. അല്ലാത്ത ആളുകൾ, ഇതൊരു വലിയ കറാമത്തിന്റെ സ്ഥാപനമാണ്, വേറെ പിരിവില്ല. ഉസ്താദിന്റെ ആ വാക്ക്, ചാപ്പനങ്ങാടി ഉസ്താദിന്റെ വാക്ക് പിരിക്കരുത്. അതുകൊണ്ട് ഇവിടെ ഒന്നും പറഞ്ഞു പിരിക്കാറില്ല. നേർച്ചയാക്കിയവർ, നേർച്ചയാക്കുന്നവർ ആ ബക്കറ്റിലേക്ക് കൊടുക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു സുവനീർ ഇറക്കിയിട്ടുണ്ട്, സനാദത്തും അറിവിലൂടെ. വളരെ പ്രധാനപ്പെട്ട ധാരാളം അറിവുകളുടെ ശേഖരമാണ് ഈ സുവനീർ. ഈ സുവനീറുമായിട്ട് കുട്ടികൾ വരും, അത് വാങ്ങിക്കുക, വായിക്കുക. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഔക്കമാക്കാല കുഞ്ഞുണ്ണി മാഷ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയോടുകൂടി വളർന്നാൽ ആ വളർച്ചയ്ക്ക് വളവുണ്ടാവില്ല. വായിക്കാതെ വളർന്നാൽ വളവുണ്ടാവും. അത് നമ്മുടെ മക്കൾക്ക് ഇത് വായിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും ഈ സുവനീർ വാങ്ങിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുത്തഅല്ലിമീങ്ങൾ. അതുമായി നിങ്ങളുടെ മുമ്പിൽ വരും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു 3 സലാത്ത് ചൊല്ലി അതുകൂടി പറഞ്ഞാൽ നമുക്ക് പിരിയാം. ഉറക്കെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ തുരുമുറ്റത്തിരുന്ന് ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ, ഞങ്ങൾ ചെയ്യുന്ന ഹദിയകൾ, സദഖകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആയ്ക്ക് വന്നിട്ട് ഇൻഷാ അല്ലാഹ് നാളെ എന്റെ വാല് പരപ്പനങ്ങാടിയിലാണ്. നാളെ തൊട്ടടുത്ത് തന്നെയാണ് പരപ്പനങ്ങാടി. കൃത്യം 8:30 മണിക്ക് തുടങ്ങും. ഇപ്പൊ ഇനി മുതൽ എന്നോട് ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറയാം, എന്റെ പരിപാടി 8:30 മണിക്ക് തുടങ്ങും, 10:11 അവസാനിക്കുകയും ചെയ്യും. കാരണം 12 മണിക്ക് മുമ്പ് ഉറങ്ങണമെന്ന് ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു. ഉറക്കവും ഇല്ല, മരുന്നും കഴിക്കൂല, ഇങ്ങനെ നടക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്ത് ഉറക്കില്ലാത്ത അവന്റെ 8:30 മണിക്ക് തുടങ്ങും, 10:30 വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഈ സുബഹി ഖളാവായിരിക്കും. ഒരു വലിയ വിഷയമാണ്. 12 മണി 1 മണിയാകുമ്പോൾ അത് കഴിയുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ 3 മണിയൊക്കെ ആവും. ഇത്ര 100 കിലോമീറ്റർ 150 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നവരുണ്ട്. പോയി കിടന്നാൽ പിന്നെ സുബഹിക്ക് ഇരുന്നു. ഞാൻ പലപ്പോഴും 4 മണിക്കൊക്കെ എഴുന്നേറ്റ ഉറങ്ങാതിരിക്കാതെ ഇപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും. ഉറങ്ങിയാൽ പിന്നെ എഴുന്നേക്കൂല, സുബഹി ഉണ്ടാവൂല. വാതിന് വരല് സുന്നത്തേ ഉള്ളൂ, നിസ്കാരം ഫർളാണ്. പണ്ട് മുസ്ലിമാരാള് കള്ളു കുടിക്കാൻ ഷാപ്പിൽ കയറി, കള്ള് ഷാപ്പില് സപ്ലയറോട് വെച്ച് തൊട്ട് നക്കാൻ എന്തുണ്ടെന്ന്. അപ്പൊ സപ്ലയർ പറഞ്ഞു നല്ല ഞണ്ടിന്റെ കറി ഉണ്ട്. അയാൾ പറഞ്ഞു അത് വേണ്ട, നമ്മുടെ മദ്ഹബി കറാഹത്താണ്. എന്നതുപോലെ നമ്മൾ സുബഹിക്ക് ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമുണ്ട്. 8:30 മണിക്ക് തുടങ്ങും, 10:30 2 മണിക്കൂർ അവസാനിക്കും. എല്ലാവരും നേരത്തെ എത്തണമെന്ന് ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.
പക്ഷേ സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കല. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ വിലായത്തിന്റെ പദവിയിലെത്തിയൊരു മനുഷ്യൻ, അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ കഴിയാം? അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുത്ബയിൽ എപ്പോഴും ഖതീബ് ഓതും, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. എപ്പോഴും ഓതുന്ന ആയത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു മനുഷ്യന്റെ കഥ. ആരാണ് അയാൾ? വത്ലു അലൈഹിം അനബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫനസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാവീൻ വലൗ ശിനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ ഫമതലുഹു കമതലിൽ കൽബ്. അല്ലാഹു പറയാണ്, നബിയെ വത്ലു അലൈഹിം അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ധാരാളം അനുഗ്രഹം കൊടുത്തൊരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കും നബിയെ. ആരാണ് അയാൾ? അർശിൽ നോക്കിയിട്ട് ശിഷ്യന്മാർക്ക് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന ഇതിനേക്കാൾ വിലായത്തുള്ള ഒരാളാരാ? അർശിൽ നോക്കിയിട്ട് അറിവ് പറഞ്ഞു കൊടുത്തിരുന്ന, വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്തിരുന്ന, ആകാശത്തുകൂടി പറന്നു പോയിട്ട് ഇതുപോലെയുള്ള വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്ത കറാമത്തുകളുടെ ഉടമസ്ഥനായ ബലആം ഇബ്നു ബഊറ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയാണ് അവസാനമയാൾ ഫമതലുഹു കമതലിൽ കൽബി, അവന്റെ ഉപമ ശ്വാനന്റെ ഉപമ പോലെയാണ്. അയാൾ പട്ടി ചത്തുപോകുന്നത് പോലെ ചത്തുപോകേണ്ടി വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്ത ആൾക്ക് പോലും, നമ്മളൊക്കെ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരല്ലേ, നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞവരല്ലേ, ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിമായി മുഅ്മിനായി ഈമാനോടെ മരിക്കുമെന്ന് കരുതുന്ന എങ്ങനെയാ? എപ്പോഴും റബ്ബിനോട് നിസ്കാരപ്പായല് ദുആ ചെയ്യണേ പെങ്ങള്. രോഗത്തെ കുറിച്ച് പറയുന്നത് പോലെ, കടത്തെ കുറിച്ച് പറയുന്നത് പോലെ, അല്ലാഹുവേ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാ, എന്റെ നാവിനാ സമയത്ത് ശക്തി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, വൃക്ഷത്തിന്റെ ഇലയിൽ സുജൂദ് ചെയ്ത മനുഷ്യന് പോലും അത് പറയാൻ കഴിയുന്നില്ലെന്ന് ഖുർആൻ സൂറത്തുൽ അറാഫിൽ കഥ പറയുമ്പോ അതെനിക്കും നിങ്ങൾക്കും ആത്മവിശ്വാസം അധികരിക്കാതിരിക്കാനാ അവസാനം ഞാൻ എന്റെ ആയത്ത് അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് ഈമാനോട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും ഇസ്തിഖാമത്തോടെ ജീവിച്ചിട്ട് കലിമ പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കുകയും ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമേതാ? തതനസ്സലു അലൈഹിമുൽ മലായിക. അവൻ മരണാസന്നനായി കിടക്കുമ്പോ അവൻ ഈ വളവന്നൂരിലെ, ഈ തിരൂരിലെ, ഈ വളാന്തേരിയിലെ അവന്റെ കൊച്ചു വീട്ടിൽ അവൻ മരണത്തെ കാത്തു നിൽക്കുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. മരണം വലിയൊരു വിഷയമാണ്. മരിക്കുന്ന ദിവസം അതിഭീകരവുമാണ്. എങ്ങനെയാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് മരിക്കുന്നതെന്നറിയില്ല. പൊന്നുമോനെ, എപ്പോഴാണ് മരണമെന്നറിയില്ല. ഏത് സമയത്ത് എവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വരട്ടെ. എങ്ങനെയാണ് മരണമെന്നറിയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ കേട്ടിട്ടുണ്ടാവാം, ഇടുക്കി ജില്ലക്കാരനായ കരിമ്പൻ ഇബ്രാഹിം മൗലവി, അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാ? അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇബ്രാഹിം മൗലവി എന്റെ കൂട്ടുകാരനാ, എപ്പോഴും കാണുമ്പോ പറയും ബാക്കവി ദുആ ചെയ്യണേ, സ്വന്തമായിട്ടൊരു വീടുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ മയ്യത്തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണേ. 3 മാസം മുമ്പ് പത്തനംതിട്ടയിൽ ഒരു സദസ്സിൽ വെച്ച് കാണുമ്പോഴും പറഞ്ഞ് ദുആ ചെയ്യണം. ഇതേ ഒരു വീടായിട്ടില്ല, പാവപ്പെട്ടവനാ, 2 ആൺമക്കളും ഒരേ ഒരു പൊന്നുമോളുമാ. കഴിഞ്ഞ 2 ആഴ്ചക്ക് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വീട് വയനാടാണ്. മകളെ അവിടെ ഉമ്മാടെ ശുശ്രൂഷയ്ക്ക് നിർത്തിയിരിക്കുകയാ. ഭാര്യയും അദ്ദേഹം കൂടി വയനാട് പോയി ഉമ്മയെ കണ്ട് തിരിയുമ്പോ 16 വയസ്സുള്ള മോള് പറഞ്ഞു, ഉപ്പാന്റെ ഉമ്മയുടെ കൂടെ ഞാനും വരികയാ. വേണ്ട മോളെ, ഇല്ല ഞാനും വരികയാ.
ശടിച്ചും കരഞ്ഞും കലഹിച്ചും വഴക്ക് കൂടിയും അവള് പറഞ്ഞു എനിക്കും വരണം ഉപ്പാന്റെ കൂടെ, എനിക്കും വരണം ഉമ്മാന്റെ കൂടെ. വഴക്ക് കൂടി അവസാനം അവര് സമ്മതിച്ചെന്നാ പോരെ, വഴക്ക് കൂടി കൂടെ കൂടിയടാ. മരണം അങ്ങനെയാണ് സഹോദരങ്ങളെ, സമയമെത്തിയാൽ അങ്ങനെയാ. മരണമേ നീ എന്നെ മാടി വിളിക്കുന്നു, ഒരു കാമുകിയായി ഞാൻ നിന്നിലലിയുന്നു. മരണമേ നീ എന്റെ എത്ര സുന്ദരിയാണെന്നോ, വിരൂപനാം എന്നെ നീ എന്തിനു മോഹിച്ചു. മരണം ഒരു കാമുകിയെ പോലെ മാടി വിളിക്കും, ഇവിടേക്ക് വാ. 16 വയസ്സുള്ള മോള് കൂടെ കൂടി. രാവിലെ പുലർച്ചെ 4:30 മണിയാകുമ്പോ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. അതേ ദിവസം പോകുന്ന നേരത്തെ അവിടെ വെച്ചിട്ട് പോയ ബൈക്കിൽ കയറി ഭാര്യയും വാപ്പയും ഉമ്മയും മോളും കൂടി മൂവാറ്റുപുഴ ദേശീയ പാതയിലൂടെ റോഡ് മുറിച്ച് കിടക്കവേ പുറകെ വന്ന ടാങ്കറിന്റെ ലോറി ശ്രദ്ധിച്ചില്ല. ബൈക്ക് വലത്തോട്ട് തിരിഞ്ഞു. പുറകെ വരുന്ന ടാങ്കറിന്റെ ലോറി ആ ബൈക്കിനെ തട്ടിയിട്ടിട്ട് മുകളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറിലൂടെ ടാങ്കർ ലോറി കയറി ഇറങ്ങി കുടൽമാല വെളിയിലോട്ട് ചിതറിത്തെറിച്ചു. 16 വയസ്സുള്ള മോളുടെ അരയിലൂടെ കയറി ടാങ്കർ ലോറി നിർത്തി. ലോറി ഡ്രൈവർ ഇറങ്ങി ഓടി. ഇബ്രാഹിം മൗലവി വലത്തോട്ട് തെറിച്ചു വീണു. ആളുകൾ മുഴുവനും ഓടിക്കൂടുമ്പോ നിസ്സായതയുടെ ഓടിക്കൂടിയ 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ ടാങ്കർ ലോറിയുടെ ടയറിന്റെ ഉള്ളിൽ ഉമ്മയും മോള് ചതഞ്ഞരഞ്ഞ് കിടക്കുകയാ. അരയിലൂടെ ടാങ്കർ ലോറിയുടെ ടയർ കറങ്ങിയിട്ട് മോള് വിളിക്കുന്നുണ്ട്, ഉമ്മാ വെള്ളം താ, വെള്ളം താ, വെള്ളം താ. പാതിരാ സമയത്ത് മോളുടെ വിളി കേട്ടിട്ട് എഴുന്നേറ്റ് അമ്മിഞ്ഞ പാല് കൊടുത്ത ഉമ്മ ടാങ്കർ ലോറിയുടെ ടയറിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. വിളി കേൾക്കാൻ കഴിയാതെ വലത്തോട്ട് തെറിച്ചു പോയി. ഇബ്രാഹിം മൗലവിയുടെ വലത്തെ കൈ തോളിന്റെ ഭാഗത്ത് വെച്ച് അറ്റുപോയി. ലോറി കയറി ഇറങ്ങിപ്പോയി. തോളിന്റെ ഭാഗത്ത് വെച്ച് വലത് കൈ അറ്റുപോയി. റോഡിലെ ചതഞ്ഞരഞ്ഞ് വേദന സഹിക്കാൻ കഴിയാത്ത വേദനയിലും വലത്തെ കൈ അറ്റുപോയി. ഇബ്രാഹിം മൗലവി ചാടി എഴുന്നേറ്റ് നോക്കി നിൽക്കുന്ന 100 കണക്കിന് ആളുകളോട് കെഞ്ചി പറഞ്ഞു, എത്ര എന്റെ മോളെ എന്ന് രക്ഷിക്കുവോ. അവള് വെള്ളമെന്ന് നിലവിളിക്കുന്നത് കണ്ടോ. മനുഷ്യൻ നിസ്സായനാകുന്ന സമയമാണിത്. ടാങ്കർ ലോറിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കാനാണ്. അവസാനം 45 മിനിറ്റ് കഴിഞ്ഞ് ക്രെയിൻ വരുമ്പോ ക്രെയിൻ ലോറി മാറ്റിയിട്ടെടുക്കുമ്പോ ഉമ്മ മരിച്ചു കഴിഞ്ഞു. മോളുടെ അവസാനത്തെ പിടച്ചിലാണ്. വൈകുന്നേരം 16 വയസ്സുള്ള മോളും മരിച്ചു. ഇബ്രാഹിം നബി അതീവ ഗുരുതരാവസ്ഥയിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ അല്ലാ. പൊന്നുമോനെ, ഇനി അദ്ദേഹം ആശുപത്രി കിടക്കയിൽ നിന്ന് തിരിച്ചു വന്നാലും സ്വന്തമായിട്ടൊരു വീടില്ല, ബാക്കിയുള്ള 2 മക്കളെ പറ്റാനുള്ള ശാരീരിക അവസ്ഥയില്ല. ഒരൊറ്റ നിമിഷം കണ്ടാണ് ജീവിതം മാറി മറിഞ്ഞു പോകുന്നതെങ്കിൽ ഏത് സമയത്താണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. പക്ഷേ മരണം വരുന്ന നേരം എവിടെ വെച്ചാണെങ്കിലും ആർക്കറിയാം.